ദൈവമില്ല എന്ന് പറയുന്ന ഒരു തലമുറയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ തലമുറ ദൈവമില്ലെന്നാണ് പറയുന്നത്. എന്നാൽ പണവും പദവിയും അധികാരവും ഒക്കെ ഉണ്ടെങ്കിൽ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല എന്നാണ് ദൈവമില്ലെന്ന് പറയുന്നവരുടെ തിയോളജി. പണം ഉപയോഗിച്ചോ പദവി ഉപയോഗിച്ചോ അധികാരം ഉപയോഗിച്ചോ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ ഉപയോഗിച്ചാലും ദൈവമില്ലെന്ന് പറയുന്ന ആർക്കെങ്കിലും ദൈവം വെച്ച ഈ നിയമം മാറ്റുവാനായി സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യനായി പറഞ്ഞവരാരും ഇനി മരിക്കരുത് എന്നൊരു കണ്ടുപിടുത്തം ഉണ്ടാക്കാൻ ആരെങ്കിലും ഒരു കണ്ടുപിടുത്തത്തിനായി തുനിഞ്ഞിറങ്ങിയാൽ അത് കണ്ടുപിടിച്ച് തീരുന്നതിന് മുമ്പേ അവനും തട്ടിപ്പോകുമെന്നുള്ളതാണ് ചരിത്രം നമ്മെ കാണിച്ചു വന്നിരിക്കുന്ന സത്യം. അതുകൊണ്ട് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് തിരുവഴുത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാർ മനസ്സിലാക്കണം, ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അടുത്ത ഭാഗം, അങ്ങനെ തന്നെ ക്രിസ്തുവും അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. വീണ്ടും പറയുന്നു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇന്ന് രാത്രി ഓദരദേശത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, യേശു ക്രിസ്തു മടങ്ങി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശു വീണ്ടും മടങ്ങി വരും. നമ്മുടെ അകത്ത് തന്നെ ആളുകളുള്ളൊരു ഇപ്പൊ ചോദിച്ചു തുടങ്ങി, എങ്ങാനും വരുമോ? കാലം കുറെ ആയി ഇത് കേൾക്കുന്നു. കുഞ്ഞു പ്രായം തൊട്ട് പെന്തിക്കോസ് അപ്പച്ചന്മാരെ കയറി നിന്ന് വിളിച്ചു പോകുന്നു, യേശു വരുന്നു, യേശു വരുന്നു. കാലം എത്രയായി ഇതുവരെ വന്നില്ല, ഇനി എങ്ങാനും വരാനാണോ എന്നൊക്കെ അകത്തുള്ളവരും ഒക്കെ ചിന്തിച്ചു തുടങ്ങിയെങ്കിലും ഇന്ന് രാത്രി ഇങ്ങനെ പറയാം, പിതാക്കന്മാരുടെ കാലം തൊട്ടേ പറഞ്ഞു തുടങ്ങിയ സകല അടയാളങ്ങളും സകല ലക്ഷണങ്ങളും അതിൻ്റെ അന്ത്യപദത്തിൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് കാലമേറെയില്ല, അധികകാലം താമസമില്ല, വരുവാനുള്ളവൻ വരും. ഒരിക്കൽ കൂടി വിളംബരം ചെയ്യുന്നു, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അപ്പൊ രണ്ട് ചിന്തയാണ് ഈ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തു ഒരിക്കലായി ലോകത്തിലേക്ക് വന്നു. രണ്ട്, ഇനി ആ യേശുക്രിസ്തു വീണ്ടും വരും. രണ്ട് ചിന്തകൾ വിശദീകരിക്കാനുള്ള സമയപരിമിതി ഉണ്ട്. എങ്കിലും യേശു എന്തിനാണ് ലോകത്തിലേക്ക് വന്നതെന്നും ഇനി എന്തിനാണ് വീണ്ടും വരാൻ പോകുന്നതെന്നും പ്രധാനപ്പെട്ട വാക്യങ്ങളിലൂടെ മാത്രം കടന്നുപോയി തക്ക സമയത്ത് വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആശിക്കുന്നു. ഇവിടെ ഈ പന്തലിൽ കടന്നു വന്നവർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും പുറത്ത് ഒരുപാട് സഹോദരങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് കൊണ്ട് ഒരു വാക്കിൽ പരിചയപ്പെടുത്തട്ടെ. ഇവിടെ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് ഷമീർ എന്നാണ്. ബാപ്പാന്റെ പേര് അബ്ദുൽ സലാം എന്നും ഉമ്മാന്റെ പേര് ജമീല ബീവി എന്നുമാണ്. ഒരു പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. വളരെ ചെറിയ പ്രായത്തിൽ തലയിൽ തൊപ്പിയൊക്കെ ഇട്ട് വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ മദ്രസയിൽ കടന്നുപോയി. അതെന്തിനാ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, മതം പഠിക്കാൻ വേണ്ടി. വാക്കുകൾ ഓർമ്മയിലിരിക്കണം, മതം പഠിക്കാൻ വേണ്ടി. 7 വർഷക്കാലം സാധാരണ നിയമിക്കപ്പെട്ട പഠനം കഴിഞ്ഞു. ഇസ്ലാമിക ചിട്ടകളും നമസ്കാരങ്ങളും നോമ്പും അതിൻ്റെ ചിട്ടകളുമൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിത പശ്ചാത്തലത്തിൻ്റെ നടുവിൽ നിന്നും ഇന്നേക്ക് 23 വർഷങ്ങൾക്കപ്പുറത്ത്, ഒന്നുകൂടി പറഞ്ഞാൽ 2/8/2002 ജീവനുള്ള ഒരു ദൈവത്തെ അറിയുവാൻ ദൈവം ഭാഗ്യം തന്നു. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഈ വേദപുസ്തകവുമായി 2002 വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നു. എൻ്റെ അമ്മ ബൈബിൾ എടുത്ത് വലിച്ചെറിഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായി. എന്നാൽ ഇന്ന് എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുകയാണ്. അങ്ങനെ കൃപയാൽ മാതാവും സഹോദരങ്ങളും അടക്കം എല്ലാവരും വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി.
ഇന്ന് കൃപയാൽ കഴിഞ്ഞ 23 വർഷങ്ങളായി വിശ്വാസ ജീവിതത്തിലും തുടർന്ന് കർത്താവിൻ്റെ മഹത്വമുള്ള വയലിലും ആയിരിക്കുന്നു. ഭാര്യ ഇവിടെയുണ്ട്. 2 കുഞ്ഞുങ്ങൾ കൃപയാൽ പഠനത്തിലായിരിക്കുന്നു. എന്തിനാ ഞാൻ ഇത്രയും ഒന്ന് പരിചയപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും മലയാളികൾ ഉള്ളിടത്തൊക്കെ ഒരു സംസാര വിഷയമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, എന്തിനാണ് ഈ ആളുകളെല്ലാം ഇങ്ങനെ പോകുന്നത്? ഇപ്പൊ പ്രത്യേകിച്ച് ഭയങ്കര സംസാര വിഷയമാണ്. എന്തിനാണ് ഇവരെല്ലാം ഇങ്ങനെ പോകുന്നത്? തിരുവനന്തപുരം ഭാഗത്തേക്ക് കൺവെൻഷന് കടന്നു ചെന്നാൽ അവിടുത്തെ നോട്ടീസിൽ കാണുന്ന പേരുകൾ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, നാരായണൻ, ഗോപാലകൃഷ്ണൻ, കുട്ടപ്പൻ, രാജപ്പൻ പാസ്റ്റർമാരാ. അനേക ആളുകൾ. മറുഭാഗത്ത് ഇപ്പൊ എന്നെ പോലെ പാസ്റ്റർ സിയാദ് മുഹമ്മദ്, പാസ്റ്റർ ഷാജഹാബ് മലപ്പുറം, പാസ്റ്റർ മുനീർ, റഫീഖ്, അബ്ദുൽ സമദ്, അബ്ദുൽ വഹാബ്, ഇങ്ങനെ അനേക ആളുകൾ, റംല തോമസ്, സൗദ ബീവി, അനേക ആളുകൾ യേശുക്രിസ്തുവിന്റെ പിന്നാലെയാണ്. ഇനി ഒരു ഭാഗം പഠിക്കുമ്പോൾ ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, ഫാദർ മാർഷലിൻ ജെ മൊറൈസ് അച്ഛൻ, ഫാദർ ക്രിസ്പിൻ അച്ഛൻ, അങ്ങനെ അനേക അച്ഛന്മാര് 70-80 വയസ്സിലൊക്കെ കലക്കവെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പെന്തക്കോസുകാരുടെ കൂടെ കൂടുക. പ്രൈസല്ലോ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ചർച്ച ഉണ്ടാകും. ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ പോകുന്നത്? നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ അതിന് ഉത്തരം കണ്ടെത്തി. ഇവരിങ്ങനെ പോകുന്നത് നമുക്കറിയാം. അവര് ഇങ്ങനെ പോകാനുള്ള കാര്യം എന്താണ്? അപ്പൊ അടുത്ത ആൾ ചോദിക്കും, എന്നാടി കാര്യം എന്നാ അങ്ങനെ പോയ? അപ്പൊ പറയും, ഇത് ഈ അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പോകുന്നതെന്ന് പറയും. ഒരു പന്തൽ നിറയെ അമേരിക്കക്കാരുടെ ഇരിപ്പ് കണ്ടോ? സ്വത്രം പറഞ്ഞാട്ട് സന്തോഷത്തോടൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. കിടക്കാനൊരു പായില്ലെങ്കിലും കേൾക്കാനൊരു സുഖമൊക്കെ അല്ലേ അങ്ങനെ? ഇരിക്കട്ടെ. ഇപ്പോഴും സ്വന്തമായിട്ടൊരു കിടക്കാടോ ഇല്ലാത്തത് ഇതിൻ്റെ അകത്തുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ച് പറഞ്ഞത്, പാസ്റ്റേ, ന്യായമായി കിട്ടേണ്ടുന്ന ആനുകൂല്യത്തിന് വേണ്ടി വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ ആഫീസർ ചേട്ടൻ പറഞ്ഞു, കമ്മലും മാല ഇട്ടുകൊണ്ട് വന്നാൽ ആനുകൂല്യം തരാമെന്ന്. ആ സഹോദരി പറഞ്ഞു, അങ്ങനെ കിട്ടുന്ന ആനുകൂല്യം വേണ്ട സാറേ എന്ന് പറഞ്ഞേച്ച് ദൈവത്തെ ആരാധിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി കൊട്ടാനിറങ്ങിയതല്ല പ്രിയപ്പെട്ടവരെ. ഇനി ഒന്നുകൂടെ പറയാം. 2002 ബാപ്പാടെ ഉമ്മയുടെയും കുടുംബത്തോട് ടാറ്റ പറഞ്ഞ് ഷമീർ അബ്ദുൽ സലാം ഈ പുസ്തകമെടുത്ത് എന്ന് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിയോ അന്ന് ഉള്ള കിടക്കാടവും കൂടെ പോയി എന്നുള്ളതാ സത്യം. ഈ അടുത്തൊക്കെയാ വല്ലതും കിട്ടിയത്. സ്തോത്രം. അപ്പൊ അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനാ ആളുകൾ യേശുവിന്റെ പിന്നാലെ പോകുന്നേ? അപ്പൊ അടുത്ത ആളുകൾ ഉത്തരം കണ്ടെത്തി. അവർ പറഞ്ഞു, ഇത് വേറൊന്നുമല്ല, ഇത് വിഷയം പിന്നെന്താ, ഇത് മതം മാറ്റമാണ്. ഇപ്പൊ അതാണ് വിഷയം. ഇപ്പൊ എല്ലായിടത്തും ചർച്ച ചെയ്താണ് മതം മാറ്റം. നാളൊരു ചേച്ചി TV വന്നിട്ട് പറയാണ്, ഈ പെന്തക്കോസുകാര് ഉപദേശിമാരെ വീട്ടിൽ കയറ്റരുത്. എന്താന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചി പറയാണ്, അവർ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെയൊക്കെ മതം മാറ്റുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് വന്ന 1-2 ചിന്ത ഞാനങ്ങ് പറയുക, പൊതുവേദി ആയതുകൊണ്ട്, പിന്നെ ലൈവ് ഉണ്ടല്ലോ, കേൾക്കട്ടെ. അപ്പൊ എൻ്റെ ഒരു ചിന്ത എങ്ങനെയാ, അങ്ങനെ നമ്മൾ ആരെങ്കിലും 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് മതം മാറ്റുന്നെങ്കിൽ വളരെ സിമ്പിളാണ്. ചേച്ചിക്ക് ഒരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചും കൊണ്ടുപോയാൽ പോരെ. വളരെ സിമ്പിൾ ഐഡിയ, അത്രേ ഉള്ളൂ. കഞ്ഞിക്കും പയറിനും ആരെങ്കിലും ഇങ്ങോട്ട് വന്നെങ്കിൽ ഒരു 1000 രൂപയും മുഴുത്തൊരു കോഴിക്കാലും കൊടുത്ത് നൈസാട്ടങ്ങ് കൊണ്ടുപോയാൽ പോരെ. വഴക്കില്ലല്ലോ, സിമ്പിളായിട്ട് കൊണ്ടുപോകാം. കഞ്ഞിയും പയറിനും കൊടുത്ത് ആരെങ്കിലും അങ്ങനെയൊക്കെ കൊണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാനോ ചിന്തിക്കട്ടെ, അപ്പൊ ഇത്രയും കാലം സേവിച്ചിരുന്ന ദൈവത്തിനൊക്കെ ഈ കഞ്ഞിയും പയറിന്റെ വില ഉള്ളോ? എന്നാ ഞാനൊരു ഓഫർ തരാം. ഓതറയ്ക്ക് ഈ പന്തലിൻ്റെ അകത്ത് ഒരു കൂട്ടം ജനവിരിപ്പുണ്ട്. ചേച്ചിയുടെ ആളുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഒരു 1000-5000 കോഴിക്കാലോ കാണിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 50 പേരെ കൊണ്ടുപോകാൻ ഒക്കുമെങ്കിൽ ഞാനും സഭാപാസ്റ്ററും ദൈവദാസന്മാരും സമ്മതിച്ചിരിക്കുന്നു, കൊണ്ടുപോകാം. അതിൻ്റെ പേര് നാളെ ഓതറ ഹർത്താലില്ല, ട്രാൻസ്പോർട്ടിന് ഞങ്ങൾ കല്ലെറിയത്തില്ല, മുണ്ടും മടക്കി കുത്തി തെറി വിളിക്കത്തില്ല,
ഒരു കലാപവും ഇവിടെ ഇല്ല. 50 കുറഞ്ഞെങ്കിൽ ഒരു 100 പേരെ കൊണ്ടുപോയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം അതിനോട് ചേർത്ത് പറയാം, അത് കഴിയുമ്പോൾ ഒരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്ത് ശേഷിക്കും. ആ ന്യൂനപക്ഷത്തിന്റെ കഴുത്തേലോട്ട് കത്തി വെച്ചിട്ട് യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് 2 മിനിറ്റ് പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് 2 മിനിറ്റ് പ്രസംഗിച്ചിട്ടെ ആ തല അവിടെ അവസാനിക്കത്തുള്ളൂ. കാരണം അവരാരും കഞ്ഞിക്കും പയറിനും വേണ്ടി ഇറങ്ങി തിരിച്ചതല്ല. മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ട്, മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് വെറുതെ ഞങ്ങളെ ആക്ഷേപിക്കരുത് പ്ലീസ്. ഈ കഞ്ഞിയും പയറും ഒക്കെ കൊടുത്ത് അങ്ങനെയൊന്നും ഞങ്ങളെ ആക്ഷേപിക്കരുത്. പിന്നെ പറയുന്ന ഒരു ആക്ഷേപമുണ്ട്, അത് ഇച്ചിരിയൊക്കെ സത്യമുണ്ട്. ഇവന്മാർ ഭയങ്കര ശബ്ദമാണ് അല്ലേ? അത് ഒരു പരിധി വരെ എന്നാ നിങ്ങളാരും മിണ്ടാത്ത സ്തോത്രം, ഒരു പരിധി വരെ ശരിയാ, ഭയങ്കര ശബ്ദമാണെന്ന് പറയും, അത് സത്യമാണ്. ഒരു ഇച്ചിരി നമുക്ക് ഇച്ചിരി ശബ്ദമുണ്ട്. എന്നാലും അതിൻ്റെ അകത്തൊരു നീതികേടുണ്ട്. എന്താ അങ്ങനെ പറയുന്നതിൽ ഒരു നീതികേടുണ്ട്? എന്താ? ഗുണ്ട് പൊട്ടിക്കുന്നവന്, ഓലപ്പടക്കം പൊട്ടിക്കുന്നവനെ നോക്കി ശബ്ദമാണെന്ന് പറയുന്നതിനകത്ത് എന്തുവാ നീതി? പറ. അവൻ പൊട്ടിക്കുന്നത് ഗുണ്ട്, നമ്മൾ പൊട്ടിക്കുന്നത് ഓലപ്പടക്കം. എന്നിട്ട് ഓലപ്പടക്കം പൊട്ടിക്കുന്നത് ശബ്ദം എന്ന് പറയാം, അത് നീതിയല്ല. 50,000 വാട്ട്സ് മുക്കിന് വെച്ച് കെട്ടി രാവും പകലും അടിക്കുന്നവനെ ഈ 5,000 വാട്ട്സ് ശബ്ദമാണെന്ന് പറഞ്ഞാൽ അതൊക്കെ വെറുതെ ചുമ്മാ ഉടായിപ്പ് പരിപാടിയാണെന്ന് ഞാൻ പറയും. സ്തോത്രം. പിന്നെ ഇച്ചിരി ശബ്ദം ഉണ്ട്, തെറി വിളിച്ചിട്ടല്ലോ, നല്ല കാര്യം വിളിച്ചു പറഞ്ഞിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമായി കാണുന്നില്ല. അപ്പൊ വിഷയം പറയാം. പിന്നെ എന്തിനാണ് ആളുകൾ യേശുവിന്റെ പിന്നാലെ പോകുന്നത്? അതാ കാര്യം, അതാ ചിന്താ വിഷയം. എന്തിനാ യേശുവിന്റെ പിന്നാലെ പോകുന്നത്? പോകേണ്ട ആവശ്യം എന്താ? അപ്പൊ എന്നെ കാണുമ്പോഴും ആളുകൾ ചോദിക്കും, ഷമീറെ എന്തിനാടാ നല്ലൊരു മതം വിട്ട് നീ പെന്തിക്കോസി തുള്ളാൻ പോയത്? പിന്നെ ചിലർ പിന്നെ പന്തക്കോസ്, ബുന്തുകോസ്, പന്ത് കോസ്, ഇതെന്ത് കോസാന്ന് പറയാൻ പോലും അറിയത്തില്ലെങ്കിലും അങ്ങ് ആക്ഷേപിക്കാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ എന്തിനാ ഈ കോസിലോട്ട് പോയത് എന്നൊക്കെ ആക്ഷേപിക്കാറുണ്ട്. ഇന്ന് രാത്രി ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, നീ എന്തുകൊണ്ടാണ് ഷമീറെ ക്രിസ്ത്യാനിയായത്, യേശുവിന്റെ പിന്നാലെ പോയത് എന്ന് ചോദിച്ചാൽ ഒത്തിരി കാരണങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും ഈ രാത്രി പ്രധാനമായൊരു കാര്യം പറയാം. ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ വായിച്ചിട്ടും ഈ പുസ്തകത്തിനകത്തൊരൊറ്റ പേപ്പറിൽ പോലും മതം പഠിപ്പിക്കുന്നതായി കണ്ടില്ല. ആർക്കെങ്കിലും പറയാമോ ഉണ്ടെന്ന്? ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ വായിച്ചിട്ടും ഒരൊറ്റ പേപ്പറിന്റെ അകത്ത് പോലും മതം പഠിപ്പിക്കാത്തൊരു പുസ്തകമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന വിശുദ്ധ ബൈബിൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് നാട്ടുകാർ പറയുന്ന മതമാണ്. എനിക്ക് മനസ്സിലാകാത്ത അതാണ്. എടോ മനുഷ്യന്മാരെ, ഇതിൻ്റെ അകത്ത് മതമില്ലടോ, ഇതിനകത്ത് മതമില്ല. ചെറിയ പ്രായം മുതൽ 7 വർഷം തൊപ്പിയിട്ട് മദ്രസയിൽ പോയത് മതം പഠിക്കാനാ. ജനിപ്പിച്ച അപ്പനേക്കാളും നൊന്ത് പ്രസവിച്ച അമ്മയെക്കാളും മതത്തിനാണ് 1ാം സ്ഥാനമെന്ന് പഠിപ്പിച്ചൊരു ചോരയ്ക്കകത്ത് നിന്ന് മതത്തെക്കുറിച്ചൊരു വാക്ക് പോലും പഠിപ്പിക്കാത്തൊരു പുസ്തകം കരങ്ങളിൽ ലഭിച്ചപ്പോൾ ഇന്ന് രാത്രി ഇതുമായി ഏത് തെരുക്കോണിൽ നിന്ന് ഈ പുസ്തകം പ്രസംഗിക്കുന്നതിൽ ഇന്ന് രാത്രി അഭിമാനിക്കുകയാണ്. മതം പഠിപ്പിക്കാത്ത പുസ്തകം. പിന്നെ എന്താ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്? പറയാം. മനുഷ്യനും സൃഷ്ടാവും അഥവാ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ പുസ്തകം എല്ലാ കാലത്തും ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അർത്ഥാൽ സൃഷ്ടിയായ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ തിരിച്ചറിയണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടൊരിക്കൽ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അപ്പസ്തോല പ്രവൃത്തി പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി, അതുകൊണ്ട് മനുഷ്യന്മാരെ, പുരുഷന്മാരെ, നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. ഇന്ന് രാത്രി ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രി ഞങ്ങൾ മോദറക്കാരോട് പറയാൻ ഒന്നേ ഉള്ളൂ. മനുഷ്യന്മാരെ,
നിങ്ങൾ ഈ വ്യർത്ഥമായ മണ്ടത്തരങ്ങളൊക്കെ വിട്ടേച്ച് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. അതിനാണ് ഈ യോഗം. ആരാണ് ആ ദൈവം? എവിടെയാണ് ആ ദൈവത്തെ കാണാൻ പോകേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? അതിനാ വായിച്ചത്, ഒരിക്കൽ ആ ദൈവം വേഷത്തിൽ മനുഷ്യനായി മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. എന്തിന്? വായിച്ചു, അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ. വേദപുസ്തകം വളരെ പ്രധാനമായി മനുഷ്യരോട് അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം മനുഷ്യൻ പാപിയാണ് എന്നുള്ളതാണ്. കാലങ്ങളായി ദൈവത്തിന്റെ അഭിഷിക്തന്മാർ തെരുക്കോണുകളിലും വേദികളിലും മാറി മാറി വിളംബരം ചെയ്തു, മനുഷ്യൻ പാപത്തിലാണ്. എന്തുകൊണ്ട് മനുഷ്യൻ പാപത്തിലാണ്? ദൈവത്തോടൊപ്പം വസിക്കുവാൻ പുത്രത്വം എന്ന പദവിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം 38-ാമത്തെ തിരുവചന ഭാഗത്തിൽ രേഖപ്പെടുത്തി, ആദാം ദൈവത്തിന്റെ മകൻ, അഥവാ ദൈവത്തോടൊപ്പം വസിക്കുവാൻ, വെയിലാറുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ ദൈവത്തോടൊപ്പം വസിക്കുവാൻ പുത്രത്വം നൽകപ്പെട്ട മനുഷ്യൻ. എന്നാൽ ദൈവത്തിന്റെ വാക്കിനെ മറുതലിച്ചുകൊണ്ട്, ഇരുട്ടിന്റെ ആത്മാവിന് ചെവി കൊടുത്തുകൊണ്ട് അനുസരണക്കേട് കാണിച്ച മനുഷ്യൻ നിമിത്തം ദൈവത്തോടൊപ്പം വസിക്കുവാനുള്ള പദവി മനുഷ്യന് നഷ്ടപ്പെടുകയാണ്. അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് അവനെ എടുത്ത നിലത്തേക്ക് അവനെ പുറത്താക്കിയെന്നാണ് വാക്യം. എടുത്ത നിലത്തേക്ക് തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോടൊപ്പം വസിക്കുവാനുള്ള ആ പുത്രത്വം നഷ്ടപ്പെട്ടവനായി മാറി. ഒരൊറ്റ വാക്കിൽ ഞാൻ ഇങ്ങനെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. മനുഷ്യൻ ദൈവത്തോടൊപ്പം വസിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച മനുഷ്യൻ, പാപം കൂടാതെ നിത്യതയോളം ദൈവത്തോടൊപ്പം ഒന്നിച്ചിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച മനുഷ്യൻ, പാപത്തിൽ വീണുപോയപ്പോൾ മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുത്രത്വം നഷ്ടപ്പെട്ട് പുറത്താക്കപ്പെടുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ നഷ്ടപ്പെട്ടു പോയ പുത്രത്വം മനുഷ്യന് തിരികെ കൊടുത്തിട്ട് തിരിച്ചവനെ ആ പുറത്താക്കിയ ഇടത്തേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ള ദൈവിക പദ്ധതിയാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തിയോളജി ഒന്നും പറഞ്ഞാൽ തല കയറാത്തതുകൊണ്ട് വളരെ സിമ്പിളായി പറയുക. പുറത്താക്കപ്പെട്ട മനുഷ്യൻ 70-80 വയസ്സ് ഈ ഭൂതലത്തിൽ ജീവിക്കുന്ന ആയുസ്സിനിടയ്ക്ക് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം തിരികെ പ്രാപിച്ചിട്ട് ഈ കൂടാരമാകുന്ന ശരീരം ഉപേക്ഷിച്ചിട്ട് തിരിച്ച് ആ പരദീസയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അന്ന് തടഞ്ഞ ജീവവൃക്ഷത്തിന്റെ ഫലം പുത്രത്വം പ്രാപിച്ച് തിരിച്ചു ചെല്ലുമ്പോൾ തിന്മാൻ കൊടുക്കും എന്ന് എഴുതി വച്ചിരിക്കുന്നു. മനോഹരമായൊരു റൊട്ടേഷൻ. മനസ്സിലാകുന്നുണ്ടോ? ഈ പുത്രത്വം എങ്ങനെ തിരിച്ചു കിട്ടും പാസ്റ്ററെ? വളരെ സിമ്പിൾ അല്ലേ? അതിനാ വേദപുസ്തകം എഴുതി വച്ചിരിക്കുന്നത്, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, ചാക്കോച്ചനെന്നല്ല, തോമാച്ചനെന്നല്ല, ഏക്കപ്പച്ചാനെന്നല്ല, പിന്നെന്താ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ദൈവാധികാരം കൊടുത്തു. നഷ്ടപ്പെട്ടു പോയ പുത്രത്വം തിരികെ പ്രാപിപ്പാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. യേശുക്രിസ്തു എന്ന മഹാദൈവത്തെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന ഏവർക്കും ആ പുത്രത്വം ലഭിക്കും എന്ന് തിരുവചനം വിളംബരം ചെയ്യുന്നു. ആ പുത്രത്വം 20 വയസ്സിൽ തിരിച്ചു പിടിച്ചവരിൻ്റെ അകത്തുണ്ട്, 30 വയസ്സിൽ തിരിച്ചു പിടിച്ചവരുണ്ട്, 50 വയസ്സിൽ തിരിച്ചു പിടിച്ചവരുണ്ട്, 80 ആയിട്ടും തിരിച്ചു പിടിക്കാത്തവരിൻ്റെ അകത്തുണ്ട്. എല്ലാ കൺവെൻഷനും വന്നിരുന്ന് വയറ് നിറയെ കേൾക്കും, രക്ഷിക്കപ്പെടും, നടക്കുകയല്ല. ഇരുന്നോ, ഈ ആയുസ് തീർന്ന് ഇവിടുന്ന് ടാറ്റ പറഞ്ഞു പോകുമ്പോൾ എങ്ങോട്ട് എന്നൊരു ചോദ്യം ഭരിച്ചുകൊണ്ട് വേണം ഇന്ന് രാത്രി ഈ കൺവെൻഷൻ കഴിഞ്ഞ് ഇവിടുന്ന് പോകാൻ. അപ്പോ പുത്രത്വം നഷ്ടപ്പെട്ട് പാപത്തിൽ വീണുപോയ മനുഷ്യൻ, വേദപുസ്തകം തെളിവായി പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, ആദാമ്യ പാപത്താൽ സകല മനുഷ്യരും പാപികളായി. ഇവിടെ ചില ചോദ്യങ്ങൾ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ജീവിച്ച കാലത്തല്ല ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ പിള്ളേര്, അവർ മിടുക്കന്മാരാ. കമ്പ്യൂട്ടർ പിള്ളേർ പല ചോദ്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഓടി വരും. ഒന്ന്, മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, ആകാശമാർഗം പറക്കാൻ തുടങ്ങി,
ചൊവ്വായിലും വ്യാഴത്തിലും വീട് വെക്കാൻ പറ്റുമോന്ന് ഇവിടെ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. ചന്ദ്രനിൽ കാലുകുത്തി ബഹിരാകാശത്ത് താമസമായി, ദിവസങ്ങളോളം താമസിച്ചു. കൽക്കരിയുടെ ട്രെയിനൊക്കെ മാറി ഉപദേശി വന്ദേ ഭാരതൊക്കെയായി. കാലം ഇങ്ങനെല്ലാം മാറിയിട്ടും ഉപദേശിമാർ ഇപ്പോഴും ഒരു മാറ്റമില്ല. ഇവന്മാരിപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കുന്ന മനുഷ്യൻ ഭാവിയാണെന്ന് എങ്ങനെ ചോദിക്കാതിരിക്കും പിള്ളേർ ചോദിക്കുക, കാലം മാറി, ഒന്ന് അപ്ഡേറ്റ് ആകും ഉപദേശം എന്ന് പറഞ്ഞു. അപ്ഡേറ്റ് ആക്, മാറ്റിപ്പിടി, ഭാവിയാണെന്ന് പറയാതെ എന്നാ പറയുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ, തിരിച്ചൊരു ചോദ്യം ഞാനും ഒന്ന് ചോദിക്കട്ടെടാ. കുടിലിന്ന് കൊട്ടാരത്തിലെത്തി, സമ്മതിച്ചു. ആകാശമാർഗം പറക്കാൻ തുടങ്ങി, സമ്മതിച്ചു. ചൊവ്വായിലും വ്യാഴത്തിലും ഒക്കെ വീട് വെക്കാൻ പോകുന്നെന്ന് സമ്മതിച്ചു. ചന്ദ്രനിലൊക്കെ കാലുകുത്തി ബഹിരാകാശത്ത് താമസമായി, സമ്മതിച്ചടാ മക്കളെ. കൽക്കരി ട്രെയിൻ മാറി വന്ദേ ഭാരതായതും ഉപദേശി സമ്മതിച്ചു. പക്ഷെ ഒരു ചെറിയ ചോദ്യം, ഒരു കുഞ്ഞു ചോദ്യം. കൽക്കരി ആയിക്കോട്ടെ വന്ദേ ഭാരത് ആയിക്കോട്ടെ, രണ്ടിൻ്റെയും പേര് ട്രെയിൻ എന്നാ അല്ലേ? ട്രെയിനാ. ഈ ട്രെയിനിൻ്റെ അകത്ത് യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ അകത്ത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ടോയ്ലറ്റ്. ആ ടോയ്ലറ്റിൻ്റെ അകത്ത് ഒരു 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. അതിന് മാറ്റം വന്നിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ യാത്ര ചെയ്ത് നോക്കാം. കാലം മാറി, ടെക്നോളജി, ഇന്റർനെറ്റും സയൻസും ശാസ്ത്രവും എല്ലാം മാറിയിട്ടും ഈ ട്രെയിനിന്റെ ടോയ്ലറ്റിലിരിക്കുന്ന 50 രൂപയുടെ സ്റ്റീൽ കപ്പ് എന്തിനാണ് ചങ്ങലക്കിട്ട് വെച്ചേക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരാം. തരം കിട്ടിയാൽ കക്കൂസേന്ന് കപ്പടിച്ചുകൊണ്ട് പോകുന്നവൻ ഇവിടെ ഉണ്ടെന്ന്. ഉത്തരം അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാ മേഖലയിലും മാറ്റം വന്നു. പക്ഷേ തരം കിട്ടിയാൽ കപ്പടിച്ചുകൊണ്ട് വേണ്ട. നിങ്ങൾ ഈ കല്ലിശ്ശേരി SBIയിലോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിലോ ഒക്കെ ചെന്ന് നോക്കിയാൽ 5 രൂപയുടെ ലക്ഷ്മി പേന നൂല് കൊണ്ട് കെട്ടിയിട്ടേക്കുന്നു. അതെന്തിനാ? ബാങ്കിൽ വരുന്നത് ഒന്നുകിൽ പണമിടാൻ അല്ലെങ്കിൽ പണമെടുക്കാൻ. മാന്യന്മാർ വരുന്നിടത്ത് 5 രൂപ വിലയുള്ള പേന ഇപ്പോഴും നൂല് കൊണ്ട് കെട്ടിയിട്ടേക്കുന്നെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, തരം കിട്ടിയാൽ 5 രൂപയുടെ പേന അടിച്ചുകൊണ്ട് പോകുന്നവനും ഇവിടെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ പല മേഖലകളിലും മാറ്റം വന്നെങ്കിലും മാറ്റം വരാത്തൊരു മേഖലയുണ്ട് സ്നേഹിതരെ. അതാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഇരുകാലിയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. മനുഷ്യന്റെ ധാർമ്മികത മേപ്പോട്ടല്ല പോകുന്നത്, കീപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കണ്ടുപിടുത്തങ്ങളും ടെക്നോളജിയും ശാസ്ത്രവും സയൻസും എല്ലാം ഉയർച്ച പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഇരുകാലി മനുഷ്യന്റെ ധാർമ്മികത മാത്രം കീപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് തെളിവായി അങ്ങ് പറഞ്ഞാൽ, പണ്ട് സ്വന്തം പെൺകുഞ്ഞുങ്ങളെ എങ്കിലും വെറുതെ വിടുമായിരുന്നെങ്കിൽ ഇന്ന് സ്വന്തം പെൺമക്കളെ പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായി ഇരുകാലി മനുഷ്യൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇത് നിഷേധിക്കാൻ പറ്റുമോ? പറ. ദൈവങ്ങളോ വിശ്വാസങ്ങളോ ഗ്രന്ഥങ്ങളോ ഒന്നും ഇല്ലാത്ത മനുഷ്യന്മാരല്ല ഇത് ചെയ്യുന്നത്. മനുഷ്യന്മാരാന്നേ ഉള്ളൂ. മൃഗങ്ങൾ ചിലപ്പോൾ ചെയ്യൂല. ആകാശത്തൊരു പരുന്ത് വട്ടമിട്ട് പറക്കുമ്പോൾ ഭൂതലത്തിൽ നിൽക്കുന്ന കോഴിയമ്മ ചിറക് വിരിച്ച് കുഞ്ഞുങ്ങളെ ചിറകിനകത്താക്കി സംരക്ഷിക്കുന്ന ഒരു അമ്മ മനസ്സ് ഒരു കോഴിയമ്മയിൽ നമ്മൾ കാണുമ്പോൾ, കാമുകനോടൊപ്പം ജീവിക്കാൻ നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിനെ തീരദേശത്തിന്റെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന അമ്മ ആലപ്പുഴയിൽ നിൽക്കുന്നു. കോഴിയമ്മയാ നല്ലതല്ലേ? സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? മിണ്ടാപ്രാണിയായ ഒരു കോഴി മുട്ടയിട്ടാൽ കൂകി വിളിച്ച് 10 പേരെ അറിയിക്കും. അത് കേൾക്കുമ്പോൾ അമ്മ പറയും, "എടി കോഴി കൂവുന്നടി, മുട്ടയിട്ടോന്ന് നോക്ക്." അതൊരു സിഗ്നലാണ്. അങ്ങനെ കോഴിയമ്മ ഒരു മുട്ടയിട്ടാൽ കൂകി വിളിക്കുന്ന നാട്ടിൽ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ? ഈ അടുത്ത കാലത്തൊരമ്മ KSRTC ബസിന്റെ പുറകരത്തെ സീറ്റി മുട്ടയിട്ടേച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോയി. കൂകിയതുമില്ല, വിളിച്ചതുമില്ല, ആരും ഒട്ട് അറിഞ്ഞതുമില്ല. മുട്ട ഇപ്പൊ അമ്മത്തൊട്ടിലിൽ അനാഥയായി വളരുന്നു. കോഴിയമ്മ നല്ലത്. മനസ്സിലാകുന്നുണ്ടോ? മാറ്റം വരാത്തതൊന്നും ഇപ്പോഴും ഉണ്ട്. മനുഷ്യന്റെ സ്വഭാവം, അവന്റെ ധാർമ്മികത. കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് കാസർഗോഡ് ഒരു വിവരം, 10 മാസം നൊന്ത് പ്രസവിച്ച പെറ്റ അമ്മയെ ഉപദ്രവിച്ച് ഗർഭാവസ്ഥയിൽ എത്തിച്ചത് സ്വന്തം മകനെന്ന്. ഇതൊക്കെ സാക്ഷര കേരളം എന്ന് പറയുന്ന ഈ നാട്ടിൽ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് പറയുമ്പോൾ തലയ്ക്കകത്ത് അല്പമെങ്കിലും ആള് താമസമുള്ള മനുഷ്യ കുത്തിയിരുന്ന് ചിന്തിക്ക്. ഇരട്ട ചങ്കുള്ള നേതാവ് ഭരിച്ചിട്ടും മികച്ച പോലീസ് സംവിധാനങ്ങൾ ഉണ്ടായിട്ടും
ഏതെല്ലാം ടെക്നോളജികളും കണ്ടുപിടുത്തങ്ങളും നിലവിൽ വന്നിട്ടും എന്ത് മനുഷ്യനിൽ നിന്ന് പുറത്തു വരുന്ന ഈ കുറ്റകൃത്യങ്ങൾക്ക് തടയിടാൻ ഇവിടെ ഒരു സംവിധാനത്തിന് കഴിയാത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ: പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം നിലവിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് തുടരും. പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഈ പുസ്തകത്തിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇത് ചുമ്മാ കുഞ്ഞുകളിയൊന്നും അല്ല സ്നേഹിതരെ. പെന്തിക്കോസ്, പുന്തുക്കോസ്, പന്തുക്കോസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇച്ചിരി പരിഹാസമൊക്കെ ഉണ്ട്, ശരിയാ. ദൈവകുഞ്ഞുങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധന പണ്ട് കൂട്ടുകാരുമായി പുറത്തു നിന്ന് ജനലിലൂടെ കണ്ട് ചിരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൈയടിച്ച് ഒന്ന് വിറച്ചിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കളെ കണ്ട് ജനലിന്റെ വെളിയിൽ കൂടെ നോക്കി അട്ടഹസിച്ച് ചിരിച്ചിട്ടുണ്ട് ഞാൻ. എന്നാൽ ഇന്ന് അഭിമാനത്തോടെ ഞാനൊരു പെന്തക്കോസ്തുകാരനാണെന്ന് പറയുന്നതിൽ ഇന്ന് രാത്രി അഭിമാനിക്കുകയാണ്. കാരണം ഇതൊരു കളിയല്ല, ഇതിൻ്റെ അകത്ത് ചില സത്യങ്ങളുണ്ട്. അപ്പോൾ മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് വാക്കും ഭാഷണവും കൂടാതെ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും സിറ്റ് ഔട്ടിൽ പറന്നു വീഴുന്ന പത്രങ്ങളിലൂടെ തെളിവാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പാപിയാണ്. അപ്പോഴടുത്തൊരു ചോദ്യം എന്താ? അത് ശരി, അപ്പൊ പണ്ടങ്ങാണ്ട് ഒരു ആന്റി ഒരു ആപ്പിൾ തിന്നേനാണോ ഇത്രയും വലിയ പാപം? ആ സ്ത്രീ ഒരു ആപ്പിൾ തിന്നു. കെട്ടിയവനോട് സ്നേഹമുള്ളവളായതുകൊണ്ട് ഇച്ചിരി കെട്ടിയവനും കൊടുത്തു. അതിനിപ്പോ ഇത്രയും വലിയ വിഷയമാക്കേണ്ടതുണ്ടോ? പറയുന്ന കേട്ടാത്തൊന്നും ആ പെണ്ണുമ്പിള്ള മരത്തിലെ പഴമെല്ലാം കൂടെ പറിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റെന്ന്. അങ്ങനൊന്നും ഇല്ലല്ലോ. ഒരു പഴം, ശ്രദ്ധിച്ചേ, നിസാരം ഒരു പഴം തിന്നതാണോ പാപം? അല്ല. പിന്നെ എന്താന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ നിയമലംഘനം. നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ, ഈ നാട്ടിൽ പോലീസ് സംവിധാനം വെച്ചിരിക്കുന്ന ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ഒരു കല്ലെടുത്ത് എറിഞ്ഞു പൊട്ടിച്ചു എന്നിരിക്കട്ടെ. ഒരു ലൈറ്റേ പൊട്ടിയുള്ളൂ, ഒറ്റ ബൾബേ പൊട്ടിയുള്ളൂ. പോലീസുകാരെല്ലാം കൂടെ വന്ന് ഇവനെ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ കണ്ടോണ്ട് നിൽക്കുന്ന ചേട്ടൻ പറയാ, ഓ പോട്ടെ സാറേ, ഒരു ബൾബല്ലേ, ഞാനൊരു 5 എണ്ണം അങ്ങ് മേടിച്ചു തരാം, കൊച്ചിനെ വിടാൻ പറഞ്ഞാൽ വിടുവോ? ഒന്നല്ല 9 എണ്ണം മേടിച്ചു കൊടുത്താലും കൊണ്ടുപോയി ഭരണഘടന എഴുതിയിരിക്കുന്ന നടപടിക്രമം അനുസരിച്ച് ജാമ്യം എടുത്ത് പുറത്തു വരുന്നതാണ് ഈ ലോകത്തിലെ നിയമമെങ്കിൽ ഒരു പഴം തിന്നതല്ല പാപം. ദൈവം മനുഷ്യരോട് ചെയ്യരുത് എന്ന് പറഞ്ഞ നിയമം ലംഘിച്ചു. ആ നിയമലംഘനമാണ് പാപമെന്ന് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് പറഞ്ഞാൽ ഈ പുസ്തകം എടുത്ത് നോക്കാൻ പറയുന്നത്. നാളൊരു പള്ളിയിലച്ചൻ, പുള്ളിക്ക് പെന്തക്കോസുകാരെ അത്ര ഇഷ്ടമല്ലാത്തൊരു മനുഷ്യനാണ്. സാരമില്ല, ഇഷ്ടപ്പെടുവെന്നല്ലോ, ഇഷ്ടപ്പെടത്തില്ലെന്നല്ലേ ബൈബിൾ പറഞ്ഞേക്കുന്നത്? അങ്ങനല്ലേ അച്ഛാ? നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ, യോഹന്നാൻ 15:19, നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിന് സ്നേഹിക്കുമായിരുന്നു. അടുത്ത വാക്ക് വായിച്ച മോനെ. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. എഴുതി വെച്ചേക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരഞ്ഞെടുപ്പ് ലിസ്റ്റിൽ, ഇവിടെ ഇപ്പൊ ഇലക്ഷൻ വരുമ്പം രാഷ്ട്രീയക്കാർ കയറി വരുമല്ലോ, എന്തിനാ തിരഞ്ഞെടുപ്പ് ലിസ്റ്റ് പേരുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്താൻ വരുമല്ലോ. ഇതുപോലെ യേശു കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് ലിസ്റ്റിൽ ഷമീറിന്റെ പേരുണ്ട്, ജോസിന്റെ പേരുണ്ട്, തോമസിന്റെ പേരുണ്ട്, സുരേഷിന്റെ പേരുണ്ട് എന്നതിന് എന്താണോ തെളിവെന്ന് ചോദിച്ചാൽ ഒരു തെളിവ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു: ലോകം നിങ്ങളെ പകയ്ക്കണം. അതാ തെളിവ്. നമുക്കിപ്പം അത് പോരാ. ഇപ്പം നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മളങ്ങ് വാശി പിടിക്കുക. പകച്ചാൽ നമ്മൾ കൊടി പിടിക്കും, സെക്രട്ടേറിയറ്റിൽ പോയി മുദ്രാവാക്യം വിളിക്കും. പകയ്ക്കരുത്. നമ്മളെ ഇപ്പം സ്നേഹിക്കണമെന്നും പറഞ്ഞാൽ നമ്മൾ നടക്കുന്നത്. മുദ്രാവാക്യം പണ്ടൊക്കെ ഞാൻ എത്രയോ സ്റ്റേജിൽ വിളിച്ചു പറയുമായിരുന്നു, ഭൂമി കൊട്ടേഷൻ സംഘം ഇല്ലാത്തൊരു ദൈവം ഉണ്ടെങ്കിൽ ആരാ? യേശുക്രിസ്തുവാ അല്ലേ ചാ? ആർക്കും എന്തും പറയാം. കർത്താവിൻ്റെ മുഖത്ത് നോക്കി, തച്ചൻ്റെ മോനല്ലേ തനിക്കാരോട് ഞങ്ങൾ ഉപദേശിക്കാൻ അധികാരം തന്നെന്ന് കർത്താവിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ട് കർത്താവ് 12 ശിഷ്യന്മാരെ കൊണ്ട് കൊടി പിടിക്കാനൊന്നും എന്നെ അനക്കമൊന്നുമില്ലല്ലോ. ഉള്ളത് പറയുമ്പോൾ അനക്കം വരികയല്ല. സ്തോത്രം. പത്രോസ് തടവിലായി. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ വായിച്ചേ. സഭയെല്ലാം കൂടെ മുദ്രാവാക്യം വിളിച്ച് ധർണ നടത്തിയെന്നൊന്നും ഞാൻ, സുവിശേഷം നിമിത്തം ജയിലിലാവും, ചിലപ്പോൾ ചാകും.
അതിന് മനസ്സുള്ളവൻ പുസ്തകം എടുത്താൽ മതി. ഇതിൻ്റെ പിറകിൽ കിടക്കുന്ന ചരിത്രം രക്തസാക്ഷികളുടെ ചരിത്രമാണ്. അതിന് ഇച്ചിരി പേടിയുള്ളവനൊന്നും ഇതെടുത്തുകൊണ്ട് ഇറങ്ങരുത്. ചാകട്ടെന്ന് പൗലോസ് പറഞ്ഞ എന്താ? കൂടാരമാകുന്നത് ഇതെങ്ങനെയെങ്കിലും ഇവിടെ പൊളിയണം. കൈപ്പണിയല്ലാത്തൊരു ഭവനം ഒരുക്കപ്പെടുന്നുണ്ട്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ അത്യന്തം കാക്ഷിക്കുന്നു. അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ആത്മാവിൽ എഴുന്നേറ്റ് പൗലോസ് ലീഗാട് പറഞ്ഞു, യെരുശലേമിൽ നിന്നെ കൈകാലുകൾ ബന്ധിച്ച് കൊണ്ടുപോകുന്ന ഒരു രംഗം പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മളെങ്ങാണമാണെങ്കിൽ പറഞ്ഞേനെ, അങ്ങനെ ആണെങ്കിൽ എന്നെ അങ്ങനെ വല്ലതും ചെയ്തെന്ന് വല്ലതും അറിയിപ്പ് കിട്ടിയാൽ നിങ്ങൾ ഉടനെ എന്ത് ചെയ്തേക്കണം? ഉടനെ ചാനലുകളെയൊക്കെ അറിയിച്ചു നിങ്ങൾ അവിടെ എത്തി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തേക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞേനെ. പക്ഷേ പൗലോസ് പറയുകയാണേ, അയ്യോ അതൊന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതെന്നല്ല പറഞ്ഞേ. വചനം വായിച്ചിട്ടുള്ളവർക്കറിയാം. അയ്യോ അങ്ങനൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ നല്ല പൗലോസ് പറഞ്ഞേ, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം വേദനിപ്പിക്കാതെന്ന്. ഇവരങ്ങ് കരയുക, അയ്യോ പൗലോസ് പാസ്റ്ററെ ഇങ്ങനെ ഉപദ്രവിക്കും. നിങ്ങൾ കരഞ്ഞ് എൻ്റെ മനസ്സ് വിഷമിപ്പിക്കാതെന്ന്. എന്നിട്ട് അടുത്ത വാക്ക് പറഞ്ഞെന്താണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ബന്ധിക്കപ്പെടാൻ മാത്രമല്ല, അവന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ പോകുന്നത്. ഇതാ ഞാൻ പഠിച്ച പുസ്തകത്തിൽ ഇങ്ങനെ കേട്ടോ. പിണങ്ങല്ലേ കാര്യം. ഈ ഡിഗ്രി ഉള്ളവൻ എന്ത് വിഡിത്തം പറഞ്ഞാലും കൈയടിക്കും. വഴി പ്രസംഗിക്കുന്നവൻ സത്യം വിളിച്ച് പറഞ്ഞാൽ ദേഷ്യപ്പെടും. അതാ ഇപ്പം നമ്മുടെ അവസ്ഥ. ഞാനുള്ള കാര്യം പറയാം, ദൈവ കുഞ്ഞുങ്ങളെ ഈ ലോകം ഒരിക്കലും അംഗീകരിക്കത്തില്ല. ലോകമേതും അങ്ങനല്ലേ പാടിയേ? ആ പാട്ട് മാറ്റി എഴുത. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. അല്ല ഇനി പറഞ്ഞ ഇവർ വിഷമിക്കും. കാര്യം വിഷയം മാറിപ്പോ. ഇല്ല തിരിച്ചു വരിക. അപ്പൊ ഡിഗ്രിയുള്ള പിള്ളേർ പറയും, ഒരു പഴം തിന്നതാണോ പാപമല്ല, തമ്പുരാൻ അരുതെന്ന് പറഞ്ഞത് ചെയ്തു, അതാ പാപം. അപ്പൊ അടുത്തൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ആദാമ്യ പാപ നിമിത്തം സകല മനുഷ്യരും പാപിയാണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങായ പോരെ? ഞങ്ങൾ ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് പാപി എന്ന് വിളിക്കുന്നത് എന്തിനാ? നല്ല ചോദ്യമാണ്, മനോഹരം. നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങ് പാപി ആയിക്കോ, ഞങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് പാപി എന്ന് വിളിക്കുന്നത് എന്തിനാ? ഇനി അതും പോട്ടെ, ആദമും ഹവ്വയും പാപം ചെയ്തെങ്കിൽ അതിൻ്റെ പേര് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്ന് പഠിപ്പിക്കുന്നത് ഇതൊക്കെ യുക്തിക്ക് നിരക്കുന്നതാണോ എന്ന് വീണ്ടും ചോദ്യം വരും. നമുക്ക് നിരപ്പിക്കാം എങ്ങനെയാ പുസ്തകം പഠിപ്പിക്കുന്നതെന്ന്. ഒന്ന് വായിച്ചു കൊടുത്തേ മോനെ. അപ്പോസ്തല പ്രവൃത്തി 17:26. എന്താണ് മനുഷ്യൻ അടുത്ത തലമുറയിലേക്ക് പാപം പ്രവേശിക്കാനുള്ള കാരണമെന്ന് വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. നിൽക്കട്ടെ, ഒന്നുകൂടി വായിക്കണം. വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കണം. അവിടെ അവൻ എന്നൊരു പ്രയോഗമുണ്ട് ഇല്ലേ? അവിടെ ദൈവം എന്ന് വായിക്കണം. ഒരുത്തൻ എന്ന് സൂചിപ്പിക്കുന്നത് ആദമിനെയാണ്. അപ്പൊ അവിടെ ആദം എന്ന് വായിക്കണം. അങ്ങനെ ഒന്ന് വായിച്ചേ. ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം ആദാമിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. കാതു തുറന്ന് കേട്ടോ ഒന്നുകൂടെ. ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം ആദാമിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. കേട്ടോ, കാതു തുറന്ന് കേട്ടോ ഓതറക്കാരെ. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് ഇങ്ങനെ: ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം ആദം എന്ന് പറയുന്ന ഒരുത്തനിൽ നിന്ന് ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, പകരം മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. മനസ്സിലായോ? വല്ല തലേ കയറിയോ? പറഞ്ഞു തരാം. ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങുന്ന പുള്ളി അല്ലെന്ന് പിടി കിട്ടിയോ? ദൈവത്തെ ഒരു പഞ്ചായത്തിൽ കൊണ്ടിരുത്തിയിട്ട് അവിടെ ഇരിയെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന പുള്ളി അല്ല ദൈവം, ഈശ്വരൻ, പടച്ചവൻ, സൃഷ്ടാവ്. മനസ്സിലായോ? ഭൂതലത്തിലേക്കും കുടിയിരിക്കുന്നവൻ സൃഷ്ടാവ്. ഒരു പഞ്ചായത്തിൽ ഒതുക്കാൻ പറ്റുന്നവനല്ല ദൈവം. ഒരു ജില്ലക്കകത്ത് തളച്ചിടാൻ പറ്റുന്നവനല്ല ഈശ്വരൻ. ഒരു സ്റ്റേറ്റിന്റെ അകത്ത് ഒതുക്കാൻ പറ്റുന്നവനല്ല ദൈവം. പിന്നെയോ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ. അപ്പൊ അതിനോട് ചേർന്ന് അടുത്ത ചോദ്യം വരും, എവിടാ പാസ്റ്ററെ ദൈവം കുടിയിരിക്കുന്നേ? എവിടാ കുടിയിരിക്കുന്നേ? വായിച്ചുകൂടെ മോനെ. അതിന്റെ 24 വായിച്ചുകൂടെ. ലോകവും അതിൽ കാണുന്ന സകലവും ഉണ്ടാക്കിയ ദൈവം
സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കേട്ടോ ഓതരക്കാരൊന്നുകൂടെ കേട്ടോ. ലോകവും അതിൽ കാണുന്ന സകലവും ഉണ്ടാക്കിയ സൃഷ്ടിച്ച സൃഷ്ടാവായ മഹാദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ദൈവം കുടിയിരിക്കുന്നില്ല. മനസ്സിലായോ? മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴപ്പുണ്ടി പോലെ കിടക്കുന്ന പേട്ട് മനുഷ്യനാണോ സകലത്തെയും സൃഷ്ടിച്ച മഹാദൈവത്തെ കൺട്രോൾ ചെയ്യുന്നത്? എടാ, മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കിടക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയല്ല ദൈവം. നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞ അവൻ കേക്ക് ശരി സേട്ടാ അങ്ങനെ ചെയ്യാം സേട്ടാ എന്ന് പറയും. അങ്ങനെ കേൾക്കുന്ന ഒരുത്തനല്ല ദൈവം. MBBS-ഉം MD-യും ഡിഗ്രിയൊക്കെ പഠിച്ച ഡോക്ടർമാര് അവരെ കൊണ്ടാവുന്ന പണി 58 ചെയ്ത ഒടുവിൽ പറയുന്ന ഒരു പദമുണ്ട്, ഞങ്ങളെ കൊണ്ടാകുന്നത് ഞങ്ങൾ ചെയ്തു, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. സകല ഡിഗ്രിക്കും മേലെയാണ് ദൈവം. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല ദൈവം. അത് നമ്മുടെ അകത്തുള്ളവരും കൂടെ ഒന്ന് പഠിക്കേണ്ടതാ. അത് പേട്ട് പിള്ളേർ സ്റ്റേജിൽ കയറി കിടന്നുകൊണ്ട് ആത്മാവ് ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ, കയറട്ടെ, ഇറങ്ങട്ടെ. നീ പറയുമ്പോൾ കയറാനും ഇറങ്ങാനും നിന്റെ വേലക്കാരനല്ല പരിശുദ്ധാത്മാവ്. അകത്തും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. പാട്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടതുകൊണ്ട്, കാര്യം വേലത്തരങ്ങളൊന്നുമില്ലായിരുന്നു. എന്തെല്ലാം വേലത്തരങ്ങളാണ് ഓരോ സ്റ്റേജിൽ കാണും. മനോഹരമായി പാടി ഇങ്ങനെ തന്നെ നിൽക്കണം, ട്രെൻഡിനനുസരിച്ച് മാറരുത്, ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്തെല്ലാം ട്രെൻഡാ. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, ഇരുട്ടല്ലോ സുഖപ്രദം. വെളിച്ചമൊക്കെ അണച്ച് മിന്നിത്തിളങ്ങുന്ന ലൈറ്റൊക്കെ ഇട്ട് DJ പരുവത്തിലായിപ്പം. അത് ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറയാം. പോട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവ്. അതൊരു കുഞ്ഞിന് മനസ്സിലാകുന്ന ഭാഷ വേണമെങ്കിൽ അങ്ങ് പറയാം. മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? പറ ഉറക്കെ പറ. ഒന്നുകൂടെ ചോദിക്കട്ടെ, മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ദൈവം. ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കുക, അതേ സ്പീഡിൽ ഉത്തരം പറയണം. ചോദിക്കാം, ഒന്നുകൂടെ ചോദിക്കാം. മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആര്? അത് തന്നെ കാര്യം. സിമ്പിൾ, അതിന് ഡിഗ്രി ഒന്നും വേണ്ട. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം, ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്നത് മനുഷ്യൻ. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യനാണ്. എങ്ങനുണ്ട് ഈ മാറ്റം? എവിടുന്ന് വന്നു? പാപം അകത്ത് കയറിയപ്പം സൃഷ്ടാവിനെ സൃഷ്ടിക്കാൻ തുടങ്ങി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാ. ഇതൊന്നും പാപം അകത്തിരിക്കുമ്പോൾ മനസ്സിലാവത്തില്ല കേട്ടോ. പണ്ട് ഷമീർ കൂട്ടുകാരുമായി സന്ധ്യയ്ക്ക് കവലയിൽ ഒത്തുകൂടും. കൂട്ടുകാർ ഒത്തുകൂടിയാൽ ആദ്യത്തെ ഡയലോഗ് ഷെയർ ഇടളിയാ കുപ്പി എടുക്കാമെന്നാണ്. കൂട്ടുകാരുമായിട്ട് പിരിവിട്ട് കുപ്പിയെടുത്ത് വെള്ളമടിച്ച് ആളില്ലാത്ത വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ കയറി പാട്ടും കൂത്തും ഗാനമേളയൊക്കെ നടത്തി അടുത്ത ദിവസത്തെ കുപ്പിക്ക് പൈസ ഇല്ലെങ്കിൽ പിന്നെ അന്ന് രാത്രി നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കി കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പിൽ അടിയുണ്ടാക്കി നടന്ന ഭൂതകാലം. അന്നൊക്കെ ആരെങ്കിലും വന്ന് യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ചെവിക്കലിനിട്ടൊന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കണ്ട, മാറും. ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നും, മാറിക്കോളും. എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറ്റമൊന്നുമല്ല, മാറും. എന്നാൽ അങ്ങനെ ജീവിച്ച പശ്ചാത്തലത്തിൽ നിന്ന് ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുവാൻ ദൈവം കണ്ണു തുറന്നു. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത്, സൃഷ്ടാവിനെ അറിയണം. അതിനായി യോഗം, വേറെ ഒന്നിനുമല്ല. മനുഷ്യൻ സൃഷ്ടാവിനെ അറിയണം, നശിച്ചു പോകരുത്. കള്ളു കുടിച്ച് കഞ്ചാവ് അടിച്ച് പെറ്റതള്ളയ്ക്കും സഹോദരങ്ങൾക്കും കുടുംബത്തിനും ഒന്നും ഭാരമായി നശിച്ചു പോകരുത്. അതാ യോഗത്തിന്റെ ഉദ്ദേശം. സ്തോത്രം. അപ്പൊ പറഞ്ഞ വിഷയത്തിലോട്ട് തിരിച്ചു വരാം. അപ്പൊ ദൈവം മനുഷ്യനിർമ്മിതമായ കെട്ടിടത്തിൽ വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാ ദൈവം വസിക്കുന്നത്? ഇന്ന് രാത്രി ഓതറക്കാരോട് പറയാം, വേദപുസ്തകം വിളിച്ചു പറയുന്നു, ദൈവം വസിക്കാൻ ആശിക്കുന്ന മന്ദിരം എൻ്റെ നിന്റെ ഹൃദയമാകുന്ന മന്ദിരമാണ്. ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ടത് നിന്റെ ഹൃദയമാണ്. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് വസിക്കുവാൻ ദൈവം ആശിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ ഭൂതലത്തിലേക്കും കുടിയിരുപ്പാൻ
ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഉണ്ടാകും. കാരണം ദൈവം വസിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ. അപ്പൊ ഭൂതലത്തിലെങ്ങും ദൈവം കുടിയിരിക്കണമെങ്കിൽ ഭൂതലത്തിലെങ്ങും ആര് വേണം? മനുഷ്യൻ വേണം. അതുകൊണ്ട് ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. എത്ര മനോഹരം എന്ന് പറഞ്ഞാൽ എന്താ പാസ്റ്ററെ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി തെളിവായി പറഞ്ഞു തരാം. കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ചരട് കെട്ടിയവനെയും കുടുമ കെട്ടിയവനെയും എല്ലാം ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ഇതാണ് ബൈബിളിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് ഓതറക്കാരോട് ഞാൻ ഈ ഉച്ചഭാഷയിലൂടെ ചോദിക്കുക, കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ചരട് കെട്ടിയവനും കുടുമ കെട്ടിയവനെല്ലാം ഒരൊറ്റ രക്തത്തിന്റെ ഉടമയാണെന്ന് പഠിപ്പിക്കുന്ന ഈ പുസ്തകത്തെ അല്ലാതെ വേറെ ഏത് പുസ്തകമാണ് ഞങ്ങൾ പ്രസംഗിക്കേണ്ടതെന്ന് ഒന്ന് പറഞ്ഞതാ. അപ്പുറത്ത് കിടക്കുന്ന ചരട് കെട്ടിയവനും ഇപ്പുറത്ത് കിടക്കുന്ന കാവി ഉടുത്തവനും നിന്റെ കൂടപ്പിറപ്പാണ്, നിന്റെ സഹോദരനാണെന്ന് പഠിപ്പിക്കുന്ന ഈ പുസ്തകമല്ലേ ശരിക്കും പ്രസംഗിക്കപ്പെടേണ്ടത്? ആമേൻ. ഒറ്റ രക്തം, ആദാമ്യ രക്തത്തിൽ നിന്ന് സകല മനുഷ്യജാതിയും സൃഷ്ടിച്ചു. ഇനി അതും തെളിയിക്കണോ? തെളിയിക്കാം. നാളെ രാവിലെ 4 ബോട്ടിലെടുക്കുക, 4 മൃഗങ്ങളുടെ രക്തം, ആട്, ആന, പോത്ത്, പശു എടുക്കുക, അടുത്ത ലാബിലേക്ക് കൊടുക്കുക. 10 മിനിറ്റ് മിടുക്കി പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തിരിച്ചു വരും. വേണ്ട, ഇത് ആട്, ആന, പോത്ത്, പശു കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ ലാബിൽ നിന്നുണ്ട്. വീണ്ടും 4 ബോട്ടിലെടുക്കണം, മറക്കരുത്. ഒന്നിൽ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനി ഒന്നിൽ കത്തോലിക്ക പള്ളിയിൽ അച്ഛന്റെ രക്തം, ഇനി ഒന്നിൽ ഞങ്ങളുടെ ഉപദേശിയുടെ രക്തം. അതേ ലാബിൽ കൊടുക്കുക. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരും, അതെ മാറിപ്പോവല്ലേ, മൂല ഇരിക്കുന്നു മുസ്ലിയാർ, അപ്പുറത്തിരിക്കുന്നു പള്ളിയിൽ അച്ഛൻ, അപ്പുറത്തിരിക്കുന്നു. തരുവോ? ABCD ഗ്രൂപ്പൊക്കെ തിരിച്ചെന്നിരിക്കും, അതവിടെ നിൽക്കട്ടെ. പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയും, മനുഷ്യന്റെ സമയം മെനക്കെടുത്തരുത്, ഇതെല്ലാം മനുഷ്യന്റെ രക്തമൊന്നും, മനുഷ്യന്റെ മണ്ടം മലയാളി, മനുഷ്യന്റെ രക്തമൊന്നും, ഒറ്റ രക്തം അല്ലേ? അതുകൊണ്ടല്ലേ ഇവിടെ രക്തം കൊടുക്കുമ്പോൾ ആർക്കും മസിലൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? കൊന്തയും കുരിശു വിട്ട് കഴുത്തി കൊന്തയും കുരിശു വിട്ട് ബൈക്ക് ഓടിച്ചു പോകുന്ന ചെറുക്കൻ ടിപ്പറിന്റെ അടിയിലോട്ട് ചെന്ന് കയറി, തല പൊട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ക്രിസ്ത്യാനി ചെറുക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ദൈവത്തോട് ഐശുവിൽ നിന്ന് കരഞ്ഞു, എൻ്റെ കർത്താവ്, എൻ്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കുമെന്ന് നിലവിളിച്ച കേട്ട് അടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാമെന്ന കാവി ഉടുത്ത RSSകാരൻ പറഞ്ഞു, അമ്മ കരയണ്ടമ്മ, ഞാൻ തരാം ബ്ലഡ്. വേണ്ട വേണ്ട വേണ്ട, നീ VIP ആന്ന് ഇന്ന് വരെ ഒരു തള്ള പറഞ്ഞിട്ടുണ്ടോ? പറ, ഉണ്ടോന്ന്? ഇല്ല. അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചു പോയി. കിഡ്നിക്ക് മനോരമയെ പരസ്യം ചെയ്തു. പരസ്യം കണ്ടു വന്ന ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാർ, പുള്ളിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്. മുസ്ലിയാരുടെ കിഡ്നി എനിക്ക് വേണ്ടാന്ന് ഇന്ന് വരെ പൂജാരി പറഞ്ഞിട്ടുണ്ടോ? മണ്ടം മലയാളി. പിന്നെ എന്തിനാടോ ഈ മനുഷ്യന്മാർ തമ്മിലടിക്കുന്നതെന്നായി ഈ ചോദിക്കുന്നേ? എന്തിന്റെ പേരിലായി തമ്മിലടിക്കുന്നേ? മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ ദേ കിടക്കുന്നു ഡിം. വന്ന് എടുക്കുന്നത് കോൺഗ്രസ്സുകാരനാണോ കമ്മ്യൂണിസ്റ്റുകാരനാണോ അപ്പുറത്ത് കിടക്കുന്നവൻ, ഇതൊന്നും പിന്നെ ബോധം തെളിഞ്ഞാലേ അറിയത്തുള്ളൂ. എന്തിന്റെ പേരിലാണ് തമ്മിലടിക്കുന്നത്? മനസ്സിലാകുന്നുണ്ടോ? ഇതൊന്നും മനുഷ്യന് തിരിച്ചറിവില്ല. ഇവന്റെ ചിന്ത അങ്ങോട്ട് തിന്ന് കുടിച്ച് തടിച്ചു കൊഴുത്ത് ഇല്ല ജിമ്മിലൊക്കെ പോയി ഇല്ല മസിലൊക്കെ ഉരുട്ടി അവിടെ ഇവിടെയൊക്കെ മുഴച്ചു പൊങ്ങി സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ ഇങ്ങനെ നടക്കുമ്പോൾ ഇവന്റെ ചിന്ത ആരെയും കയറി അങ്ങ് എന്തും എടാ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ നീ എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിലും റോഡേ കിടക്കും. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചോണം. മനസ്സിലാകുന്നുണ്ടോ? ഇത്രേ ഉള്ളൂ മനുഷ്യൻ. വേദപുസ്തകം പഠിപ്പിക്കുന്ന അത്രേ ഉള്ളൂ. ഒറ്റ രക്തത്തിൽ നിന്ന് മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. അല്ലെങ്കിൽ തന്നെ ജാതി മതമൊന്നും ഇല്ലാത്ത നിമിഷം വരുവടാ മനുഷ്യാന്ന് പ്രകൃതി തന്നെ പഠിപ്പിച്ചിട്ട് പഠിച്ചോ? 2 പ്രളയം പഠിച്ചില്ല. നിന്റെ പറമ്പിലെ വെള്ളം എന്തിനാടി എൻ്റെ പറമ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ച് രാവിലെ അടി ഉണ്ടാക്കുന്ന കുഞ്ഞമ്മ ഏതെങ്കിലും പറമ്പിൽ കൂടെ ഈ വെള്ളം ഒന്ന് പോയാൽ മതി ഈശ്വര എന്ന് നിലവിളിച്ചു. എന്നിട്ട് പഠിച്ചോ? പഠിച്ചില്ല. സ്തോത്രം അല്ലേ? പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് ബോർഡ് വെച്ചോ വീട്ടിൻ്റെ അകത്ത്. അന്യർ അകത്ത് പ്രവേശിക്കരുത്, പട്ടിയുണ്ട് സൂക്ഷിക്കുക. വെള്ളം അകത്തോട്ട് കയറിയപ്പോൾ മക്കളും കൊച്ചുമക്കളും കൂടെ അന്യരെ വിളിക്കുക, ഒരു ബന്ധമില്ലാത്തവരെ വിളിക്കുക. പപ്പായും മമ്മിയും കുടുങ്ങി കിടക്കുന്നു, പോയി രക്ഷിക്കണം. എവിടെ? പാണ്ടനാട്. അന്യര് കയറി രക്ഷിച്ചു. വെള്ളമൊക്കെ ഇറങ്ങി 3 മാസം കഴിഞ്ഞപ്പോൾ മക്കൾ നാട്ടിൽ വന്ന് മതിലിന് 2 കട്ടയും കൂടെ പൊക്കി കെട്ടിയിട്ട് അടുത്ത ബോർഡ് വെച്ചു, അന്യരകത്ത് പ്രവേശിക്കരുത്, പുതിയ പട്ടിയുണ്ട് സൂക്ഷിക്കുക. പഴയ പട്ടി ഒഴുകിപ്പോയി. മനുഷ്യന്റെ ഒരു ചിന്ത നോക്കണേ. ഇല്ല, ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് കൊണ്ടിട്ടപ്പം അവന്
കിടക്കാൻ ടാർപ്പായാലും കുഴപ്പമില്ല, ഉടുത്തിരുന്ന ലുങ്കി ആയാലും കുഴപ്പമില്ല, ചോറ് കൊണ്ടുവന്നത് പാസ്റ്ററായാലും പ്രശ്നമില്ല, അച്ഛനായാലും പ്രശ്നമില്ല, പൂജാരി ആയാലും പ്രശ്നമില്ല, അതിൻ്റെ അകത്ത് അച്ചാറായാലും പ്രശ്നമില്ല, ഉണക്കമീനായാലും പ്രശ്നമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വാരി തിന്നുന്നു, പിന്നെ വെള്ളത്തിൽ കൂടെ ഒഴുകി പോകാതിരിക്കാൻ കൈ പിടിച്ച് കയറ്റുന്നു, കുനിഞ്ഞു നിന്നും മുതുക് ചവിട്ടി കയറാൻ മുതുക് കാണിച്ചു കൊടുക്കും. എന്തൊരു ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും, ദൈവമേ എന്നും പ്രളയമായിരുന്നെങ്കിൽ. എന്തൊരു സ്നേഹം! പ്രൈസ് ദി ലോർഡ്. ഭയങ്കര സ്നേഹമല്ലേ? പക്ഷെ ദാ പറയും മുമ്പേ ഇവന്റെ സ്വഭാവം മാറി. എന്താ? ഈ അകത്തിരിക്കുന്നതിനാ മോക്ഷം വേണ്ടത്, പാപത്തിൽ നിന്നാ മോചനം പ്രാപിക്കേണ്ടത്. വെള്ളപ്പൊക്കത്തിൽ നിന്നല്ല, പാപത്തിൽ നിന്ന് മോക്ഷം പ്രാപിക്കണം. അപ്പൊ ഒറ്റ രക്തത്തിന്റെ ഉടമയായ ആദാമ്യ പരമ്പരയിലേക്ക് ആദാമ്യ പാപം പ്രവേശിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇനി ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞ് ആരാ? കുഞ്ഞേ എയ്ഡ്സ് രോഗി. ചോരക്കുഞ്ഞ് ചെയ്ത തെറ്റെന്താന്ന് നേഴ്സുമാരൊക്കെ ഉണ്ടേ ഒന്ന് പറഞ്ഞതാ? ഈ കുഞ്ഞ് ചെയ്ത തെറ്റെന്താന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞതാ? കുഞ്ഞ് വല്ലതും തെറ്റ് ചെയ്തോ? അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചതിന്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞ് ഒരു ജന്മം മുഴുവൻ അനുഭവിച്ച് മരിക്കും. അത് ഇവിടുത്തെ മെഡിക്കൽ സമ്മതിക്കുന്നു, ഡിഗ്രി സമ്മതിക്കുന്നു, ശാസ്ത്രം സമ്മതിക്കുന്നു. കാരണം അവർക്കൊരു ഉത്തരവുണ്ട്. ഉപദേശി അത് രക്തത്തിലൂടെ വന്നതാണ്. ഞങ്ങൾക്കും ഒരു ഉത്തരവുണ്ട്. ഒറ്റ രക്തത്തിൽ നിന്നാണ്, ആദാമ്യ രക്തത്തിൽ നിന്നാണ് ഉലകത്തിലെ സകല മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് ഏകനാൽ പാപവും പാപത്താൽ മരണവും മനുഷ്യരിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സകല മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചു. ഈ യാഥാർത്ഥ്യമാണ് മനുഷ്യൻ എന്ന് പറയുന്നവൻ തിരിച്ചറിയേണ്ടത്. ഈ പാപം അകത്ത് കുടിയിരിക്കുന്നു. ഹൃദയത്തിന്റെ അകത്ത് പാപം പ്രവേശിച്ചു. അടുത്ത ചിന്ത വേഗത്തിൽ പറയാം. പാപം മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയൊരു ദുരന്തത്തെ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 തിരുവചനങ്ങളിലൂടെ വേഗത്തിൽ. പാപമകത്ത് കയറിയപ്പോൾ മനുഷ്യൻ സംഭവിച്ച അനേക പരാജയങ്ങളുണ്ട്, ദുരന്തങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നു. വായിക്കാം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. കേട്ടോ 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 മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും, ഒരു സൃഷ്ടാവുണ്ട്, ഒരു ഈശ്വരനുണ്ട്, സകലത്തെയും പടച്ചുണ്ടാക്കിയ ഒരു മഹാദൈവമുണ്ട്. മനുഷ്യൻ അറിയണം. എന്തിനാ ഈ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ ഒത്തിരി തലച്ചോറൊന്നും വേണ്ടതേ. ഇപ്പം നമ്മൾ ഈ പല സ്ഥലങ്ങളിലും നല്ല 6 വരി പാത, 4 വരി പാത, ഹൈവേ നമ്മൾ കണ്ടിട്ടുണ്ട്. 1 വേ. ചേർത്തലയൊക്കെ കഴിഞ്ഞ് എറണാകുളത്തേക്ക് പോകുമ്പോൾ 1 വേ. പിന്നെ നമ്മൾ തൃശ്ശൂർ MC റോഡിൽ കൂടെ പോയാലും 1 വേ. ഈ 1 വേയിൽ നല്ല സിഗ്നൽ സംവിധാനവും നല്ല വീതിയും 3 വരി പാതയൊക്കെ ഉണ്ടായിട്ടും അവിടെ ഇവിടെയും 2-3 വണ്ടി ഇടിച്ചു കിടക്കുന്നത് നമ്മൾ കാണാറില്ലേ? ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിനെ കൊണ്ടുപോയിട്ടും ഇടി നടക്കുക. കണ്ണുകൾ ഉയർത്തി ആകാശത്തേക്കൊന്ന് നോക്കണം. ഈ ആകാശമണ്ഡലങ്ങളിലെ സൗരയൂഥങ്ങളിൽ ഭ്രമണപഥങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒറ്റ ഗ്രഹത്തിന് ഡ്രൈവർ ഉണ്ടോ? ഉണ്ടോ? ഡെയിലി 2 വീതം ഇടിച്ചുകൊണ്ടിരിക്കുവാണോ? അതിനെയൊക്കെ കൃത്യമായി കൺട്രോൾ ചെയ്യുന്ന ഒരു സർവശക്തന്റെ കരമില്ലാതെ ഒക്കുവോ? പറ. അപ്പൊ ഒരു ദൈവമുണ്ട്, ഒരു സൃഷ്ടാവുണ്ടെന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടും ആ സൃഷ്ടാവിന് കൊടുക്കേണ്ട നന്ദിയോ മഹത്വമോ കൊടുക്കാതെ മനുഷ്യൻ സ്വന്തമായ നിരൂപണങ്ങളിൽ ചിലത് ചെയ്യാൻ തുടങ്ങി. എന്താ? വായിക്കൂ കുഞ്ഞെ. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവരുടെ ഹൃദയത്തിന്റെ അകത്തൊരു ഇരുട്ട് പ്രവേശിച്ചു. ഈ ഇരുട്ടിനെ കുറിച്ച് കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു. ഈ സുവിശേഷത്തിന്റെ പ്രകാശനം ഹൃദയങ്ങളിൽ ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിലെ ദൈവം അഥവാ പിശാച് അഥവാ പാപം മനുഷ്യരുടെ ഹൃദയത്തെ കുരുടാക്കി ഇരുട്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് പാപം എന്ന് പറയുന്ന ഇരുട്ട് പ്രവേശിച്ചെന്ന് അതാ വായിച്ചേ. ഇരുട്ട് പ്രവേശിച്ചപ്പോ മനുഷ്യൻ എന്ത് ചെയ്തു? വായിച്ചോ. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. ഈ പാപം അകത്ത് കയറിയപ്പോ മനുഷ്യൻ ഒരു ചിന്ത. എന്താ ദൈവമക്കളെ? എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട. മനുഷ്യനൊരു ചിന്ത. ജ്ഞാനികൾ എന്ന് പറഞ്ഞു ഒരു കുന്തോ അറിയത്തില്ല, പക്ഷെ എനിക്കെല്ലാം അറിയാവുന്നൊരു ചിന്ത മനുഷ്യനെ അങ്ങ് ഭരിക്കാൻ തുടങ്ങി. ഞാൻ ഓർക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് പാലോടെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇതുപോലെ കൺവെൻഷന് പോയി. അപ്പം ഇച്ചിരി നേരത്തെ ചെന്നതുകൊണ്ടേ സംഘാടകൻ പാഷ പറഞ്ഞു, ഞങ്ങളുടെ അപ്പുറത്ത് ഞങ്ങളുടെ ഒരു അച്ചായനുണ്ട്,
പുള്ളി വർഷങ്ങളായി ഈ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ള മനുഷ്യനാ. ആയിക്കോട്ടെ, മനുഷ്യനാണല്ലോ. അതെ, എന്നാൽ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി ഇച്ചിരി നേരം ഒന്ന് സംസാരിക്കാം ആട്ടെ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് വളരെ കുറച്ചേ ആവുന്നുള്ളൂ. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന്, അച്ഛാ എന്നാ ഉണ്ട്? സന്തോഷമായിരിക്കുന്നു ഉപദേശി, ഇരുന്നാട്ടോ. അങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പം കർത്താവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പം അച്ഛൻ കൈയെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് വയസ്സ് 54 കേട്ടോ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന എൻ്റെ അടുത്താണോ ഇന്നലെ ഇങ്ങോട്ട് വന്ന മോൻ? കണ്ടോ, ഇന്നലെ വന്ന മോൻ യേശുവിനെ കുറിച്ച് എന്നുവെച്ചാൽ 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയാന്ന്. അപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ആട്ടെ അച്ഛാ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്ന് പ്രാർത്ഥിക്കുന്നതിൽ പിന്നെ പ്രാർത്ഥിക്കുന്നതിന് എന്നാ, പ്രാർത്ഥിച്ചാട്ടെ. അപ്പൊ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പം ചുമ്മാ ഒരു കൗതുകത്തിന് മനസ്സിൽ തോന്നിയ ഒരു ചിന്ത, ഞാൻ ചുമ്മാ ഒരു കൗതുകത്തിന് ചോദിച്ചു, അച്ഛാ ഞാൻ 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയാണല്ലോ. അതെ, യേശുവിൻ്റെ പേരെന്നാ അച്ഛാ? യേശുവിൻ്റെ പേരെന്താന്ന് ചുമ്മാ ചോദിച്ചതാ. സൺഡേ ക്ലാസ്സിലെ പിള്ളേരോട് ചോദിച്ചാൽ മതി, അവർ പറയും. എന്നാലും 54 വർഷം ക്രിസ്ത്യാനിയായിട്ടുണ്ടെന്ന് ചോദിച്ചു, യേശുവിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ മറുപടി, പുള്ളി പറഞ്ഞ പോലെ ഞാനങ്ങ് പറഞ്ഞാൽ, യാശുവിൻ്റെ പേര് യാശു, ഇപ്പൊ വേറെ എന്തൊരു പേരിരിക്കണം യാശുവിനെന്ന്. യാശുവിൻ്റെ പേര് യാശു, ഇപ്പൊ വേറെ എന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. പ്രൈസലോ. അപ്പൊ നിങ്ങളും ചിലർ കണ്ണും തള്ളിയിരിക്കും, വേറെ പേരുണ്ടോന്ന്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേർ വിളിക്കപ്പെടും. പ്രൈസലോ. 54 വർഷം ക്രിസ്ത്യാനിയായ അച്ചായന് അറിയേണ്ടതൊന്നും, ചിലരുടെയൊക്കെ ചിന്ത അങ്ങനെ, ഞാൻ എത്ര വർഷമായി പള്ളിയിൽ പോകുന്നു, ഞാൻ എത്ര വർഷമായി ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു എന്നൊന്നും പറഞ്ഞാൽ പോരാ. വല്ലപ്പോഴും പുസ്തകം വായിക്കണം. പുസ്തകം എടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരവടച്ചതിൻ്റെ രസീതും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും വെച്ച് പുസ്തകം എടുത്ത് ഷോക്കേഴ്സിൽ കയറ്റി വെച്ച് ചെമ്പരത്തിപ്പൂവും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് അവിടെ വെച്ചേച്ച് റോഡിൽ കൂടെ ഓലക്കാലും പിടിച്ചുകൊണ്ട് നടന്നാൽ പുസ്തകം അറിയാൻ പറ്റത്തില്ല. പുസ്തകം തുറന്ന് വായിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ശ്രദ്ധിച്ചേ, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. പാപം അകത്തേക്ക് കടന്നപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായിപ്പോയി. എന്നിട്ട് എന്താ ചെയ്തതെന്ന് നോക്കിയേ, വായിക്കേ. അക്ഷയനായ മഹാദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. മഹാദൈവത്തെ ഈ ഇരുകാലി മനുഷ്യൻ എന്തൊക്കെയാക്കി മാറ്റി? പക്ഷി. ഇവര് പറയട്ടെന്ന് പുസ്തകം അവരുടെ കയ്യിലില്ലേ? എന്നാ ക്ഷയമുള്ള മനുഷ്യൻ. അപ്പൊ സൃഷ്ടാവിനെ അങ്ങ് മറന്നിട്ട് ഇവര് മനുഷ്യന്മാരെ പിടിച്ച് ദൈവമാക്കി. അപ്പൊ ആൾ ദൈവങ്ങളുണ്ടായി. ഇപ്പൊ കേരളത്തിൽ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. മുക്കിന് ആൾ ദൈവങ്ങൾ എഴുന്നേറ്റ് വരിക. എന്നാലും ഞാനും പത്രത്തിൽ കണ്ടു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാ, പ്രാർത്ഥിക്കണമെന്ന്. എന്നാലും ചിലതിന് മിണ്ടുന്നില്ല ആരും. ദേ മനുഷ്യനെ പിടിച്ച് മഹത്വം കൊടുത്തേക്കുന്നെന്ന്. ക്ഷയമുള്ള മനുഷ്യൻ, അടുത്തത് പക്ഷി, അടുത്തത് നാൽക്കാലി, അടുത്തത് ഇഴജാതി. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദേ പിച്ചി പങ്കുവെച്ചു. ഇവിടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി കാതു തുറന്ന് കേട്ടോ. ആമേൻ. ഇവിടെ 4ആയിട്ടാ പറഞ്ഞേ. ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി. മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഇതിനെ 4നെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുത്തോണ്ടിരിക്കുക. മനുഷ്യൻ, നാൽക്കാലി, കീഴ ഇടജാതി. അപ്പൊ നിങ്ങൾ ചോദിക്കും പക്ഷി എന്ത് ചെയ്യുന്നു? വീട്ടിൽ പോയി പടത്തെ കണ്ണ് തള്ളി ഒന്ന് നോക്കണം. 2 ചിറക് ഇങ്ങനെ വരച്ചു വെച്ചേക്കുന്ന കാണാം. ആളിനെ പിടി കിട്ടിയില്ലെന്ന് തോന്നുന്നു. കിട്ടി. 4നെയും കൂടെ ഒന്നിച്ച് കൂട്ടി കയറ്റി ATM അടിച്ച് ജംഗ്ഷനിൽ. നാണമില്ലയോടോ ക്രിസ്ത്യാനി? വേദപുസ്തകം തെളിവായി പറയുക, പാപം അകത്തിരിക്കുന്നതിന്റെ ലക്ഷണമായത് സൃഷ്ടാവിന് മറന്നുപോയി. സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവെച്ചെന്ന് മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി സൃഷ്ടാവിനെ മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. പാപമകത്ത് ചെന്നു. അപ്പൊ മനുഷ്യൻ പാപത്തിൽ അടിമപ്പെട്ടു. സൃഷ്ടാവിനെ മറന്നുപോയി. ഈ മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവം മുന്നോട്ട് വെച്ച രക്ഷാ പദ്ധതി 1, മനുഷ്യന്റെ മുമ്പിൽ ദൈവം പ്രമാണം കൊടുത്തു. വിശദീകരിക്കാൻ നേരം പോരാ. ന്യായപ്രമാണം മോശ മുഖാന്തരം കൊടുത്തു. എന്തിനാ? തെറ്റും ശരിയും തിരിച്ചറിയണമെങ്കിൽ നിയമം വേണം.
അല്ലേ? ഹെൽമറ്റ് വെക്കാതെ വണ്ടി ഓടിക്കരുതെന്ന് ഇവിടെ നിയമം ഉള്ളത് കൊണ്ടാണ് നമ്മൾ യോഗം കഴിഞ്ഞ് പോയി ആദ്യം ഹെൽമറ്റ് എടുത്തിടുന്നത്. നിയമം ഇല്ലാത്തൊരു കാലം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അന്ന് ഹെൽമറ്റ് വെക്കാതെ എല്ലാവരും ഓടിച്ചു, ആരും പിടിച്ചില്ല, ഒന്നുമില്ല. അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ ഒക്കെ കാലത്ത് നിയമം നിലവിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് അബ്രഹാം ഇസഹാക്കും ഒക്കെ ചെറിയ രീതിയിലൊക്കെ കള്ളം പറഞ്ഞിട്ടുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ദൈവം അതിനൊന്നും അവരെ കാലെ വാരി അടിച്ചൊന്നും എഴുതിയിട്ടില്ല. കാരണം അവരുടെ മുമ്പിൽ നിയമമില്ല. എന്നാൽ മോശ മുഖാന്തരം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് എഴുതി മനുഷ്യൻ്റെ മുമ്പിൽ പ്രമാണം കൊടുത്തു. വിശദീകരിക്കുന്നില്ല, ഒത്തിരി പറയേണ്ട വിഷയം ന്യായപ്രമാണ കാലത്തെക്കുറിച്ചുണ്ട്. എന്നാൽ പ്രമാണം കയ്യിൽ വെച്ചുകൊണ്ട് ജനം പിന്നെയും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ തുടങ്ങി. അതിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയാം. യേശു കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞൊരു വാചകം മത്തായി സുവിശേഷത്തിലുണ്ട്. ഇങ്ങനെ പറഞ്ഞത്: ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. അധരത്തിൽ എപ്പോഴും കർത്താവ്, യേശുവപ്പ, ഈശോയേ, ദൈവമേ, രക്തം ജയം, ഹല്ലേലൂയ. ചിലര് യേശുവപ്പ, ഉമ്മ എന്നൊക്കെ പറയുന്നതാണ്. ആയിക്കോട്ടെ, അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. പക്ഷെ അടുത്ത വാക്കെന്തെന്നറിയാമോ? ഹൃദയം കൊണ്ട് എന്നെ വിട്ട് അവർ ദൂരത്തായിരിക്കുന്നു. അതിന്റെ കാരണം പറഞ്ഞതാണ് എന്നെ ചിന്തിപ്പിച്ചത്. അതിന്റെ കാരണം കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുക: മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് ഈ ജനം എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. കാരണം പിടികിട്ടിയോ? ദൈവത്തിന്റെ കൽപ്പന പഠിപ്പിക്കാതെ മാനുഷിക ഉപദേശങ്ങളാണ് ഈ ജനത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് സത്യം അറിയത്തില്ല, എങ്കിലും അവർ കർത്താവിനെ സ്നേഹിക്കുക. ഒരു കൂട്ടം ജനം നമുക്കിടയിൽ അവർക്ക് കർത്താവിന് ഇഷ്ടമാ, ദൈവത്തെ ഭയമാ, സ്നേഹമാ. പക്ഷേ ദൈവകൽപ്പന അവരെ ശരിയായി പഠിപ്പിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അവർ മാനുഷിക കൽപ്പനകളിൽ പെട്ട് കിടക്കുന്നു. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് അവരുടെ ഹൃദയം ദൂരത്തായിരിക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയും, പണ്ട് മറിയാമ്മ ഒരു ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് എഴുതിയ ഒരു കാറ്റലോഗ് കിട്ടി. നമുക്ക് എന്തോ മേടിച്ചാലും കിട്ടും. മൊബൈൽ വാങ്ങിയാൽ കിട്ടും. ഇപ്പം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 10 രൂപയുടെ എലിവേഷൻ മേടിച്ചാലും അതിൻ്റെ അകത്തും ചുരുട്ടി വെച്ചേക്കും ഒരു തുണ്ട് പേപ്പർ. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, ആഹാരത്തിൻ്റെ അടുത്ത് വെക്കരുത്, പിള്ളേരുടെ അടുക്ക വെക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും. ഇതുപോലെ മറിയാമ്മയ്ക്കും കിട്ടി ഒരു കാറ്റലോഗ്, എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ. മറിയാമ്മ ഈ കാറ്റലോഗ് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൻ്റെ തലയിൽ വെച്ച് ഒരു കമ്പിളി തുണി എടുത്ത് അങ്ങ് മൂടി. ഇപ്പം കാറ്റലോഗ് എവിടെ ഇരിക്കുക? ഫ്രിഡ്ജിൻ്റെ മുകളിൽ, കമ്പിളി തുണിയുടെ കീഴേ. 2 ദിവസം കഴിഞ്ഞപ്പോൾ പുതിയ ഫ്രീസർ ഐസ് കട്ട പിടിച്ച് നിറഞ്ഞു. ഇപ്പം മറിയാമ്മ അടുക്കളയിൽ പോയി ഒരു പിച്ചാത്തി എടുത്തുകൊണ്ട് കുത്തി ഇളക്കാൻ വരിക. പിന്നെ കൊച്ചുമോൻ അവിടെ നിൽപ്പുണ്ട്, കമ്പ്യൂട്ടർ ചെറുക്കൻ. അവൻ പറഞ്ഞു, അമ്മാമ്മ എവിടെ പോവാ? എടാ ഫ്രീസർ കട്ടിയായിരിക്കും കുത്തി ഇളക്കാൻ. എൻ്റെ പൊന്നെ അമ്മാമ്മേ, എന്നാടാ വല്ലപ്പോഴും എങ്കിലും ആ കമ്പനിക്കാർ തന്ന പുസ്തകം എടുത്തൊന്ന് വായിക്കുക. പുസ്തകം എന്തിയെ? ആ പുസ്തകം ഫ്രിഡ്ജിൻ്റെ തലയിൽ ഇരിപ്പുണ്ടെന്ന്. അതെടുത്ത് വായിക്കേ. ഈ ഫ്രീസറിൻ്റെ അകത്ത് ഗ്യാസ് നിറച്ച കുഴലുകളുണ്ട് ഇങ്ങനെ. അതുകൊണ്ടാണ് ഇത് തണുക്കണ വെള്ളം. മൊനയുള്ള കമ്പിയും പിന്നും പിച്ചാത്തിയും സൂചിയും ഒന്നും കൊണ്ട് അതിനകത്തിട്ട് കുത്തരുതെന്ന്. അങ്ങനെ കുത്തി ആ ഗ്യാസ് ലീക്കാവും, പിന്നെ ഇത് വർക്ക് ചെയ്യല. അപ്പോൾ പിന്നെ ഇത് ഓഫ് ചെയ്തിട്ട് ഇത് അലിച്ച് കളയണമെന്നൊക്കെ അതിനകത്ത് എഴുതി വെച്ചു. വല്ലപ്പോഴും അതെടുത്തൊന്ന് വായിക്കണം. ഉടനെ മറിയാമ്മ പറയുക, പിന്നെ കമ്പനിക്കാരങ്ങനെ എന്തെല്ലാം എഴുതി വെക്കും. ഞാൻ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കുത്തല്ല, ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ കാലം തൊട്ട് ഈ കുത്താന്ന്. ഇങ്ങനെ കുത്തൂന്ന്. കുത്ത് പല്ലാൻ്റെ ഇപ്പം എന്താ പറയാനാ? ഇവിടെ ക്രിസ്ത്യാനിയോട് ഇത് പറയുമ്പോൾ അവൻ പറയാം, ആ പുസ്തകത്തിൽ അങ്ങനെ പലതും പറയും, പക്ഷെ ഞങ്ങളിത് ഞങ്ങളുടെ വല്യപ്പൻ്റെ കാലം തൊട്ട് ഇങ്ങനെ കുത്ത്. ഇവിടെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കാൻ. ഇത് ദൈവത്തിന്റെ പ്രമാണം ജനത്തിന് കൊടുത്തിട്ടും പ്രമാണം വെച്ചുകൊണ്ട് പിന്നെയും ജനം മാനുഷിക ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ദൈവം മനുഷ്യന്റെ മുമ്പിൽ പ്രവാചകന്മാരെ അയക്കുക. പുസ്തകം വായിക്കണം. യെശയ്യാ, യിരെമ്യാ, എഹെസ്കേൽ, ദാനിയേൽ, ഹോശേ, യോവേൽ തുടങ്ങി പ്രവാചകഗണത്തെ രംഗത്തിറക്കി. എന്തിനാ? ഇപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഒരു കൂട്ടരാ. ആര്? അമ്മാമ്മമാരൊന്നും മിണ്ടുന്നില്ല. ആര്? പിന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു പാർശ്വ വിളിക്കണമെന്ന് പറഞ്ഞാൽ കമ്മിറ്റി ആദ്യം ചോദിക്കും, ദൂത് പറയൂ, വചനം പ്രസംഗിക്കുമെന്നല്ല. പിന്നെ ഇവരുദ്ദേശിക്കുന്ന ദൂത് എന്താണെന്നറിയോ? നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പ്. അമ്മാമ്മയുടെ നടുവേദന ഇപ്പോൾ തന്നെ. വാട്ടുപിടിച്ചവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. നിങ്ങൾ ഇപ്പം ഇരുന്ന് ചിരിക്കും, വേണമെങ്കിൽ കൈ അടിക്കും. നാളെ ഇങ്ങനെയുള്ളവന്മാർ വരുമ്പോൾ അവിടെ പോയി തലയും കുമ്പിട്ട് നിൽക്കും. പ്രവാചകന്മാർ, ദൈവത്തിൻ്റെ പ്രവാചകന്മാരിൻ്റെ അകത്തുണ്ട് കേട്ടോ.
പ്രവചന ശുശ്രൂഷ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ ജോലി ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറയുന്നതല്ല. ജഡത്തെ സന്തോഷിപ്പിക്കുന്നതൊന്നും പരിശുദ്ധാത്മാവിലല്ല. പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറഞ്ഞാൽ അത് നിന്നെ ദൈവത്തിങ്കലേക്കും നിത്യതയിലേക്കും അടുപ്പിക്കുന്നതായിരിക്കും. ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞോണം. അല്ലാതെ ഈ ചെങ്ങന്നൂരും ഒക്കെ ഓരോ വട്ടന്മാരിരുന്ന് വിളിച്ച് പറയുന്നുണ്ട്, നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു മാങ്ങയില്ലേ? ഉണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു തേങ്ങയില്ലേ? ഉണ്ട്. ഇപ്പുറത്തൊരു അടക്കയില്ലേ? ഉണ്ട്. മാങ്ങയും തേങ്ങയും അടക്കയും ടാറിട്ട റോഡ്, ഇടിഞ്ഞു കിടക്കുന്ന റോഡല്ലേ അത്. അപ്പം പിന്നെ അങ്ങ് മോങ്ങാൻ പെണ്ണുങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയല്ലേ? ഒന്നും പറയണ്ട. ഇതെല്ലാം പറഞ്ഞിട്ട് എന്നിട്ട് അടുത്ത് ചോദിക്കും, നിങ്ങൾ എത്ര പേരുണ്ട് വീട്ടിൽ? അത് മാത്രം പരിശുദ്ധാത്മാവിനെ അറിഞ്ഞുകൂടാ കേട്ടോ, ക്ഷമിക്കണം. മാങ്ങ അറിയാം, തേങ്ങ അറിയാം. എന്ത് കാലം എത്ര! ഞാൻ എൻ്റെ ദൈവാസന്മാരെ വേദന കൊണ്ട് പറയാം, 10ാം ക്ലാസ്സിൽ നിന്ന് നേരെ അംഗൻവാടിയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. പഠിച്ച് 10ാം ക്ലാസ്സിൽ ചെന്നിട്ട് നേരെ ബാക്കി ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറയാം പാഷേ, അല്ലെങ്കിൽ ഇവർ വിഷമിക്കും. യോഗം മുടക്കി കാശ് മുടക്കി വെച്ചിട്ട് വഞ്ചിക്കപ്പെടാതിരിക്കാനാണ് ഇത് പറയുന്നത്. പ്രവാചകന്മാര് നിനക്ക് കാറ് കിട്ടും, ലോറി കിട്ടും, നിന്നെ തണുപ്പുള്ള രാജ്യങ്ങളിലായിരിക്കും, വിസ ശരിയാവും, പാസ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ, ഇപ്പം അടിക്കും. ഇതൊന്നുമല്ല പരിശുദ്ധാത്മാവിൻ്റെ ജോലി. ചേച്ചിയുടെ കഷണ്ടിയിൽ മുടി കിളിർക്കുന്നു, ചേട്ടൻ്റെ പല്ലിൻ്റെ പോട് യേശു അടയ്ക്കും. പിന്നെ യേശുവിന് ഇപ്പം ഇതൊക്കെയാ പണി. ഒന്നുമല്ല. പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭു, അവനാണ് നിത്യപിതാവ്. മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരടയാളം ദൈവം നിങ്ങൾക്ക് തരും. കന്യകയിൽ നിന്ന് ഒരു പുരുഷ പ്രജ ഉരുവാകും. യെശയ്യാവ് വിളിച്ചു പറഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? യേശുക്രിസ്തു ഭൂതലത്തിൽ ജനിക്കുന്നതിന് ഏകദേശ കണക്ക് പണ്ഡിതന്മാർ വിലയിരുത്തുന്നത് 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കന്യക ഗർഭിണിയായ ഒരു മകനെ എന്ന് എഴുതി വെച്ചെങ്കിൽ 700 വർഷം കഴിഞ്ഞ് ജനിച്ചപ്പം മോളായോ അച്ഛാ? മോനായിരുന്നു. അതാ ദൈവത്തിന്റെ പ്രവാചകൻ. ഇവിടെ ഇറങ്ങുന്നവന്മാർ 6 മാസം ഉള്ളപ്പോൾ മോനാ കേട്ടോ, പ്രസവിച്ചപ്പോൾ മോളാ. പിന്നെ ആ വഴി അല്ല. കൃത്യം വളരെ കൃത്യമായി പ്രവചിച്ചു. 300 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അടുത്ത പ്രവാചകൻ രംഗത്ത് വന്നു. ആര്? മീഖ പ്രവാചകൻ. മീഖ രംഗത്ത് വന്ന് പറഞ്ഞു, യെശയ്യാവ് പ്രവചിച്ച ആ രക്ഷകനുണ്ടല്ലോ, അവൻ ബത്ലഹേം എന്ന ഗ്രാമത്തിൽ എഫ്രാത്ത എന്ന വില്ലേജിൽ പിറക്കും. ഇന്ന് രാത്രി ഓതറക്കാരോട് അല്പം അഭിമാനത്തോടെ പറയാം, ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വെച്ചിട്ട് പ്രവചിച്ച പോലെ ഒരുത്തൻ ഈ ഭൂതലത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു അല്ലാതെ ഉലകത്തിൽ ഒരുത്തൻ അങ്ങനെ ജനിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഗുരുക്കന്മാരും മഹാരഥന്മാരും ഒത്തിരി ജീവിച്ചിരുന്ന ഈ മണ്ണിൽ അവരാരും ജനിക്കുന്നതിന് ഒരു 6 മാസം മുമ്പ് പോലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു മഹാന്റെ ഇന്ന സ്ഥലത്ത് ജനിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തി, ഇങ്ങനെ ജനിക്കും, ഇന്ന വിധം ഇന്ന സ്ഥലത്ത് ജനിക്കും. 100 കണക്കിന് പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ആമേ മനുഷ്യരുടെ പാപത്തിനു വേണ്ടി ഒരിക്കലായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. 33 തിരുവയസ്സ് വരെ ഭൂതലത്തിൽ ജീവിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം പരസ്യമായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതം പരസ്യമായിരുന്നു. യേശുക്രിസ്തുവിന്റെ മരണം പരസ്യമായിരുന്നു. ഒരു തുറന്ന പുസ്തകമായി ജീവിച്ച കർത്താവ്. ഞാൻ എന്നോട് സംസാരിക്കാൻ വരുന്ന ആളുകളോട് ചോദിക്കാറുണ്ട്, ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ഈ ഭൂമിയിൽ എത്ര കാലം ഉണ്ടായിരുന്നു? അത്രയും കാലം വരെ യേശു പറഞ്ഞത് ഇന്നും ഞങ്ങൾക്ക് പറയാം, യേശു ചെയ്തത് ഇന്നും ചെയ്യാം, നാളെ ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനും അത് ചെയ്യാം, ഏത് കാലഘട്ടത്തിലും ചെയ്യാം. നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതും പഠിപ്പിച്ചതും വല്ലോ ഇന്ന് ചെയ്യാൻ തുടങ്ങിയാൽ അകത്ത് കിടന്ന് ഉണ്ട തിന്നുവേ എന്ന് പറയാറുണ്ട്. മനസ്സിലായോ? ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ യേശു പഠിപ്പിച്ചത് എല്ലാ കാലത്തുമുള്ളവർക്കും ചെയ്യാം. തുറന്ന പുസ്തകം, മാതൃകയുള്ള ജീവിതം. സർവമനുഷ്യന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് നടന്നു കയറി. ഇന്ന് രാത്രി പുറം കണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് കാൽവരിയിലേക്ക് നോക്കിയാൽ ഒരു കാഴ്ച കാണാം. 1000-ങ്ങളിൽ 10,000-ങ്ങളിൽ
സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ളവൻ എന്റെ പ്രിയനെന്ന് ശൂനേംകാരത്തി പറഞ്ഞപ്പോൾ അപ്പുറത്തെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അല്ലല്ല, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അവൻ വിരൂപനാണ്. അവനെ കണ്ടാൽ രൂപഗുണമില്ല, അവൻ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. ഒന്ന് ചിന്തിക്കണം, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള ഇവൻ എന്തു പറ്റി? കാൽവരിയുടെ കൊലക്കളത്തിൽ എന്നെയും നിന്നെയും രക്ഷിപ്പാൻ. ആമേൻ. കാൽവരിയിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു മാംസക്കഷ്ണത്തെ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ കാൽവരിയുടെ കൊലക്കളത്തിൽ പിടയുന്ന യേശുക്രിസ്തുവിനെ ഇന്ന് രാത്രി എത്ര ഹൃദയങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്? മറക്കരുത്, എന്നെയും നിന്നെയും പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിപ്പാൻ എൻ്റെ യേശു കാൽവരിയിൽ എനിക്കും നിനക്കും പകരമായി യാഗമായി മാറി. അരിമത്ഥ്യക്കാരനായ യോസേഫിന്റെ കല്ലറക്കൽ യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഞാനിങ്ങനെ പറയാം, ഒരു ബാങ്കിന്റെ മുമ്പിൽ പോലീസ് കാവൽ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരു ATM കൗണ്ടറിന്റെ മുമ്പിൽ പോലീസും സെക്യൂരിറ്റി നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഡെഡ് ബോഡിയുടെ മുമ്പിൽ പട്ടാളക്കാർ തോക്കും കൊണ്ട് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഡെഡ് ബോഡി ആരെങ്കിലും എടുത്തുകൊണ്ട് പോവോ? ചരിത്രത്തിലാദ്യമായി യേശുക്രിസ്തുവിന്റെ കബറിടത്തിന്റെ മുമ്പിൽ അതാ കണ്ണിൽ അഗ്നിയും കയ്യിൽ ആയുധവുമായി റോമൻ പടയാളികൾ കാവൽ നിൽക്കുന്നു. എന്തിന്? ഇവൻ ജീവിച്ചിരുന്നപ്പോൾ പ്രഖ്യാപിച്ചു, മനുഷ്യപുത്രൻ അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുകയും അതിനെ തിരികെ പ്രാപിക്കുകയും ചെയ്യും. യേശു ഉയർത്തെഴുന്നേൽക്കാതിരിപ്പാൻ റോമൻ പടയാളികൾ പട്ടാളക്കൂട്ടത്തെ കാവൽ നിർത്തിയിട്ടും ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, 3 ആണി കൊണ്ട് അരിമത്ഥ്യക്കാരന്റെ യോസേഫിന്റെ കല്ലറ കൊണ്ട് യേശു എന്ന വ്യക്തിത്വം അവസാനിച്ചിരുന്നെങ്കിൽ 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല ഓതറയിൽ. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം രൂപപ്പെടത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി IPC CEO ഒരു കൺവെൻഷൻ പ്ലാൻ ചെയ്യത്തില്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഓതറക്കാരെ, ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാതിക്ക നിന്നുകൊണ്ടല്ല, കണ്ണാടിക്കൂടിന് മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറക്കകത്തൊടുങ്ങി ഒതുങ്ങിപ്പോയപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ! ആ യേശു ഇന്നും ജീവിക്കുന്നു. ആമേൻ. 1-2 ഭാഗം പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പലതവണ പ്രത്യക്ഷനായിക്കൊണ്ട് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് അന്ത്യമായൊരു കൽപ്പന ശിഷ്യഗണത്തിന് കൈമാറി. ഓതറക്കാര് കാതു തുറന്ന് കേൾക്കണം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ തിരുവചന ഭാഗം ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. 16-15. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. മതി. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ പോലും പലപ്പോഴും ചോദിക്കുക, യുവന്മാർക്ക് വേറെ പണിയില്ല, ജോലിയില്ല, എന്തിനാ ഇങ്ങനെ കിടന്ന് തൊണ്ട കീറുന്നത്? ഉത്തരം, ഇത് യേശുക്രിസ്തുവിന്റെ കൽപ്പനയായതുകൊണ്ട് ഭൂലോകത്തിലൊക്കെയും ഇത് പ്രസംഗിക്കണം. ഇപ്പൊ ചില അണ്ണന്മാര് പറയാ, ഇവിടെ പറ്റത്തില്ല, അവിടെ പറ്റത്തില്ല, അവിടെ വിടാടാ, നിന്റെ മനസ്സേ ഇരിക്കത്തേ ഉള്ളൂ. ഇത് പ്രസംഗിക്കാൻ ഏൽപ്പിച്ച സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ അഭിഷിക്തന്മാർ ഉയരുള്ള കാലം വരെ സുവിശേഷം പ്രസംഗിച്ചിരിക്കും. ആമേൻ. അത് ഞങ്ങളെ ഏൽപ്പിച്ചത് ദൈവമായതുകൊണ്ടാ. മനുഷ്യരെക്കാൾ അധികം ദൈവത്തെ അനുസരിക്കേണ്ടത് ആവശ്യം. അതുകൊണ്ട് ചെയ്യുന്നതാ. നാട്ടുകാരെ ശല്യപ്പെടുത്താനോ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ വേണ്ടി ചെയ്യുന്ന പരിപാടി അല്ലത്. പ്രാണനെ തന്ന പ്രാണനാഥന്റെ അന്ത്യ കൽപ്പനയാണ്. സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണം. അതിനേക്കാൾ ഭാഗ്യം, സുവിശേഷം പ്രസംഗിക്കുന്നതിനേക്കാൾ ഭാഗ്യം എന്താ വെച്ചോളെ? അത് പോരെ നമുക്ക്. സുവിശേഷം ഇന്നിപ്പോ സുവിശേഷ യോഗം ഒന്ന് നോട്ടീസിലുണ്ട്, സുവിശേഷം ഒന്നും ഇല്ല. സങ്കടമായി ഈ കാലം. സുവിശേഷം പ്രസംഗിക്കണം. ഇത് പറഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. ശിഷ്യന്മാർ തല ഉയർത്തി ഒലിവുമലയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ യേശു രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതാ ശിഷ്യന്മാർ നോക്കി നിൽക്കെ 2 ദൂതന്മാർ താഴേക്ക് വെളിപ്പെട്ടുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാചകം അപ്പോസ്തല പ്രവൃത്തി 1:11 കാണാം. വായിച്ചാട്ടെ. 1:11.
ഗലീല പുരുഷന്മാര്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, യേശു വീണ്ടും വരും. ദൂതന്മാരുടെ പ്രഖ്യാപനം. ഇത് കേട്ട ശിഷ്യന്മാർ എന്ത് ചെയ്തെന്ന് ഒന്ന് കേട്ടാട്ടെ. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ശ്രദ്ധിച്ചു കേട്ടോണം. ഇനി ഞാൻ പറയുന്ന പോയിന്റുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ശിഷ്യന്മാര് ഇത് കണ്ട് ദൂതന്മാരുടെ അരുളപ്പാട് കേട്ട് ഒലിവുമല വിട്ട് യെരുശലേമിൽ വന്നെന്നാണ് ഇപ്പൊ കൊച്ചു വായിച്ചത്. അടുത്തത്, അവിടെ എത്തിയപ്പോൾ യെരുശലേമിലെത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. എങ്ങോട്ട് പോയി പറ? മാളിക മുറി കയറിപ്പോയി. എല്ലാരും കേട്ടോണം, അങ്ങനെ തന്നെ ആണോന്ന്. കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ ഇപ്പൊ ഒന്ന് വായിക്കുക. അങ്ങനെ തന്നെ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് വേണം നോക്കിക്കോ. ഇനി പെന്തിക്കോസ് ഉപദേശിമാര് കൈന്നിട്ട് പറഞ്ഞതൊന്നും പറയരുത്. വായിച്ചോ. പത്രോസ്. ആരാ പത്രോസ്? ഒന്നാമത്തെ പോപ്പ്, മാർപ്പാപ്പ എന്നൊക്കെ ചില ക്രിസ്ത്യാനികൾ പറയുന്നു. ആയിക്കോട്ടെ, അത് വലിയ മോശപ്പെട്ട കാര്യമൊന്നും അല്ലല്ലോ. ആയിക്കോട്ടെ, പോപ്പ്, ഒന്നാമത്തെ പോപ്പ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമാസ് ലീഹ, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായി യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ അഥവാ യൂദാസ് ലീഹ. ഇവരെല്ലാവരും സ്ത്രീകളോടും, കേട്ടോ കാതു തുറന്ന് കേട്ടോ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും കൂടെ അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരു മനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. മനസ്സിലായി? ഇപ്പൊ വേറെ വ്യാഖ്യാനം ഒന്നും വേണ്ട. അങ്ങോട്ട് കയറിപ്പോരുടെ കൂട്ടത്തിൽ പത്രോസ് ലീഹയുണ്ട്, തോമാസ് ലീഹയുണ്ട്, യൂദാസ് ലീഹയുണ്ട്, യേശുവിന്റെ അമ്മയായ മറിയയും, തർക്കമില്ലല്ലോ, ഉണ്ട്. അവരെല്ലാം കൂടെ പ്രാർത്ഥിച്ചോട്ടുണ്ട്. അപ്പൊ എന്തോ പറ്റി? 2:1. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, ഒന്നൂടെ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു മനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസുകാർ വന്നപ്പോൾ. അങ്ങനാണോ? ആണോ അമ്മച്ചി? അല്ല, പെന്തക്കോസുകാർ അങ്ങനെ ഒരു കാറും ഇല്ല. പെന്തക്കോസ് നാൾ വന്നപ്പോൾ. എന്താ അത്? 50-ാം പെരുന്നാൾ ദിവസം. ഒരു പെരുന്നാൾ ദിവസം വന്നു. ആ പെരുന്നാൾ ദിവസത്തിന്റെ പേരാണ് പെന്തക്കുസ്ത, ഡേ ഓഫ് പെന്തക്കോസ്റ്റ്. പെന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അന്നേരമോ? വായിച്ചോ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. ദൈവമക്കൾ കൂടുന്നിടത്ത് ഇച്ചിരി മുഴക്കമൊക്കെ ഉണ്ട്. മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക് കാത് തുറന്ന് കേട്ടോണം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്ത് സംസാരിക്കാൻ തുടങ്ങി? അന്യഭാഷ. ഈ അന്യഭാഷ സംസാരിക്കുന്ന കൂട്ടത്തെയാണ് നാട്ടുകാരെന്നാ വിളിക്കുന്നത്? പെന്തക്കോസ്. അങ്ങനെയാണ് ഒന്നാമത്തെ പെന്തക്കോസുകാരി മറിയ, അല്ലയോ? ഒന്നാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഗ, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ തോമാസ് ലീഗ. ഇവരൊക്കെ അവിടെ നിന്ന് അന്യഭാഷ പറഞ്ഞെന്നല്ലയോ വായിച്ചേ? അതുകൊണ്ട് പെന്തിക്കോസുകാർക്ക് അമ്മയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നേരെ നിന്ന് പറയണം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞെന്ന്. ഇല്ലേ? പിന്നല്ല, എല്ലാവരും ആത്മാവിൽ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ആ ആത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. ആര്? പറ. പോപ്പ് പത്രോസ് ലീഗ എഴുന്നേറ്റ് ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചു? 2:37 വായിച്ചു നിർത്താം. 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, ഒന്നൂടെ, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസ് ലീഗ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മനിറവിൽ വചനം പ്രസംഗിച്ചപ്പോൾ പറയച്ചാ കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. നിങ്ങൾ പറ, എന്തുകൊണ്ടു? നിങ്ങളുടെ ആരുടെയെങ്കിലും ബൈബിളിൽ ഇക്കിളി കൊണ്ടെന്നുണ്ടോ? പറ. ഉണ്ടോ? ഇല്ല. പിന്നെന്താ കൊണ്ടേ? അപ്പൊ ഒരു കാര്യം ഒന്നും മനസ്സിലാക്കിയിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ. ഈ പുസ്തകത്തിൽ പറയുന്ന ആത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ പ്രസംഗിച്ചാൽ കേൾക്കുന്നവർക്ക് ഇക്കിളിയല്ല, ചങ്കത്ത് കുത്തുകൊള്ളും. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറിയപ്പോ കുത്തുകൊണ്ടെന്ന്. അതാ പിതാക്കന്മാരുടെ കാലത്തെ പ്രസംഗം. കുത്തുകൊള്ളും. ഇന്നിപ്പോ കുത്തുകൊള്ളുന്നതൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല. ഇപ്പൊ നമുക്കിപ്പോ കുത്തല്ല, നമുക്കിപ്പോ ഇക്കിളികൾ. യോഗം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പം ഫോൺ 10 മിസ് കോളോ, കുഞ്ഞമ്മ വിളിച്ചോ? എന്നാ അമ്മാമ്മയെ വിളിച്ച യോഗത്തിലായിരുന്നു, അതാ എടുക്കാഞ്ഞ്. ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു യോഗം? യോത് പറയണ്ട മാമേ, ചിരിച്ച് ഇതാ ഇന്നത്തെ അവസ്ഥ.
സങ്കടം കൊണ്ട് പറയാ ദൈവദാസന്മാരെ. എവിടെ മാനസാന്തരം? എവിടെ കുത്ത്? ഒന്നുമില്ല. ഒരു കോമഡി പോലെ കടന്നു പോവുക. ഇന്ന് രാത്രി മനം തിരിയണം. ഇന്ന് രാത്രി മാനസാന്തരം ഉണ്ടാകണം. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം അകത്തോട്ട് കടന്നു എന്ന് കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? പ്രസംഗിച്ച ഉപദേശിയുടെ കൊങ്ങായിക്ക് പിടിച്ചെന്നാണോ? ആണോ അമ്മാമേ? പിന്നെ എന്നാ വായിര് കുത്തുകൊണ്ട്? ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാര് ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് കുത്തുകൊണ്ടവര് കൊങ്ങായിക്ക് പിടിക്കാൻ ചെന്നതല്ല. കുത്തുകൊണ്ടവര് ചോദിച്ചു, ഞങ്ങൾ നിങ്ങൾ ഓരോ വാക്ക് പ്രസംഗിക്കുമ്പോഴും എന്റെ ചങ്കത്ത് കത്തി കയറുകയായിരുന്നു. പറ ഉപദേശി പോപ്പേ പത്രോസേ എന്തോ ചെയ്യണം? അടുത്ത വാക്ക്. പത്രോസ് അവരോട് സാംബാഷ് ഓദർ IPCയിലെ പാസ്റ്റർ അവരോട്, അങ്ങനാണോ? അല്ല, സാംബാഷ് അവരോടൊന്നല്ല, പോപ്പ് പത്രോസ് ലീഗ അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ടു. ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പറ. മാനസാന്തരപ്പെടണം. പിന്നെ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങളുടെ അകത്ത് കയറിയ പാപം പുറത്തു പോകണമെങ്കിൽ ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. കേട്ടോ, പെന്തിക്കോസുകാരെ പഠിപ്പിക്കല് ഉണ്ടാക്കി വെച്ചതല്ല. ഒന്നാമത്തെ പോപ്പ് പത്രോസ് ലീഗ പറയുക, അകത്ത് കയറിയ പാപം പുറത്തു പോകണോ? നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കാൻ. ഇല്ലേ? ഈ പോപ്പ് പറഞ്ഞതല്ലേ നമ്മൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങേരായി കുഴപ്പം ഉണ്ടാക്കി വെച്ച് അങ്ങേർക്ക് സത്യത്തിൽ പറഞ്ഞുകൊണ്ടായിരുന്നു, നിങ്ങൾ ഓരോരുത്തരും പാപങ്ങളുടെ മോചനത്തിനായി ഞങ്ങളുടെ അടുക്കൽ വന്ന് കുമ്പസരിപ്പി. അങ്ങനെ ഒന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഇന്ന് അതല്ലേ പറയത്തുള്ളായിരുന്നു. ഇങ്ങേരായി ഇടങ്ങേറുണ്ടാക്കിയ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞില്ല. പോപ്പ് പറഞ്ഞത് ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാനാ. ഞങ്ങളും അത് തന്നെ പറയുന്നുള്ളൂ അമ്മാമേ. വള്ളിപ്പുള്ളി വ്യത്യാസം വരുത്തിയോ മാറ്റം വരുത്തിയോ പഠിപ്പിക്കാനല്ല ഞങ്ങളെ ഏൽപ്പിച്ചത്. അകത്ത് കയറിയ പാപത്തിൽ നിന്ന് മോചനം വേണോ? ഇന്ന് രാത്രി ഓതറക്കാരെ ഒരു നാണയത്തിട്ട് കൊടുക്കേണ്ട, 1 കിലോമീറ്റർ നടക്കേണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട. ഇന്ന് രാത്രി സൗജന്യമായ പാപമോചനം ലഭിക്കും. മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ, എന്നാൽ പാപമോചനം ലഭിക്കും. ഇപ്പൊ ചില ആളുകൾ പറയും, പാസ്റ്ററെ ഞങ്ങള് സ്നാനപ്പെട്ടതാ, എന്നാ ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ എടുക്കുക. ഇന്ന് പാടാനൊന്നും സമയം എടുക്കത്തില്ല. നിയോഗിച്ചവർ പ്രാർത്ഥിച്ച് നിർത്തും. നാളെ മറ്റന്നാളും പാടിക്കും. ഇത് പറയാ പോയി എനിക്കും സ്വസ്ഥതയില്ല. അതുകൊണ്ടാണ്. എൻ്റെ അത്രയും ദൂരെ പോകേണ്ട ഒരാരും ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. 5 മിനിറ്റ് ഓക്കെ. ചില ആളുകൾ പറയാ, പാസ്റ്ററെ ഞങ്ങൾ കുഞ്ഞിലെ അങ്ങ് സ്നാനപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മാനസാന്തരമോ? അത് വളരുമ്പോൾ മതിയെന്നാ പറഞ്ഞത്. നമ്മളെല്ലാവരും ഇന്ന് കുളിച്ചിട്ട് തല തോർത്തി. വർഷങ്ങളായിട്ട് ഇത് തന്നെയാ ചെയ്യുന്നത്. ഇപ്പൊ നാളെ തൊട്ടൊരു ചേഞ്ച്. ആദ്യം തല തോർത്തിയിട്ട് അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ലെത്താ. കുഴപ്പമുണ്ടായി. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തലതിരിച്ച പ്രശ്നമാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത ദൈവവചനം ആരും തലതിരിക്കണ്ട. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണമെന്നാണ് തിരുവചനമെങ്കിൽ ആദ്യം നടക്കേണ്ടത് മാനസാന്തരം. ആദ്യം നടക്കേണ്ടത് വിശ്വാസം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടുമെന്ന് വചനം. അങ്ങനെങ്കിൽ വിശ്വാസം നിമിത്തം മാനസാന്തരം നടക്കണം. മാനസാന്തരപ്പെട്ടവന് സ്നാനപ്പെടേണ്ടതായി. മാനസാന്തരം എന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാൽ മനസ്സിലാകാത്ത കുഞ്ഞിനെ എടുത്ത് ഒക്കത്ത് വെച്ച് നിനക്ക് 2000 വർഷം മുർത്തവായ യേശു ക്രിസ്തുവിന്റെ പാപത്തിന് വേണ്ടി വന്നത്, മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റ് നിന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നും കുഞ്ഞുവാവേ നീ വിശ്വസിക്കുന്നു? കുഞ്ഞാവ അപ്പൊ കുഞ്ഞുവാവ വാ തുറന്ന് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നു. സ്നാനപ്പെടുത്തിക്കോ. അതാ വേദപുസ്തകത്തിലെ സ്നാനം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇന്നാളൊരു ക്രിസ്ത്യാനി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്റർ മുസ്ലിമിൽ നിന്ന് വന്നുകൊണ്ട് അറിയാത്തോണ്ടാ. അതിനാ ഞങ്ങൾ കുഞ്ഞു പറയത്തില്ലെന്ന് ഞങ്ങൾക്കും അറിയാം. പിന്നെ പറയാൻ പകരം ഒരാളെ പുറകെ പകരം നിർത്തുവന്ന്. നിങ്ങൾ പിന്നെ വിവാഹ നിശ്ചയമൊക്കെ കൂടാൻ പള്ളിയിൽ പോയിട്ടുണ്ടോ? ഉണ്ടോ? വേഗം പറ. ഉണ്ടോ? ഉണ്ട്. അപ്പോൾ പള്ളിയിൽ അച്ഛൻ അവിടെ കയറി നിന്നുകൊണ്ട് ഇങ്ങനെ ചോദിക്കാറുണ്ടോ, പ്രിയ സൂസമ്മേ, നിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് ചോദിക്കാറുണ്ടോ? ഉണ്ടോ? പറ. അതിന് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നിങ്ങൾ പറയണതാ. ഉണ്ടോ? ഉണ്ട്. അപ്പൊ പെണ്ണിന്റെ അപ്പൻ, ജനിപ്പിച്ച അപ്പൻ, സ്വന്തം അപ്പൻ പുറകെ നിന്നുകൊണ്ട് പറയാ സമ്മതമാണ്. ഏതെങ്കിലും അച്ഛന്മാർ നടത്തുവോ? മുട്ടുന്നില്ല. അതിനാ സ്വന്തം അപ്പനല്ലേ, വാടകയ്ക്കെടുത്തൊന്നും അല്ലല്ലോ. നടത്തുവോ? ഇല്ല. അച്ഛൻ വേണേ ഒന്ന് നോക്കും. എന്നിട്ട് വീണ്ടും പറ, സൂസമ്മേ, നിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിന്റെ ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടി വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ഉടനെ പ്രസവിച്ച അമ്മ അപ്പുറത്ത് നിന്നുണ്ട്, ആ സമ്മതമാച്ചോ, അവളാ കെട്ടണമെന്ന് പറഞ്ഞ് നടന്നേ അങ്ങോട്ട് കെട്ടിക്കോ. പിന്നെ ആര് പറയണം? വാ തുറന്ന് പറ. മണവാട്ടി ആരോ അവള് പറയണം എനിക്ക് സമ്മതമാണെന്ന്. ഇന്ന് രാത്രി കാത് തുറന്ന് കേട്ടോ. ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ,
പെറ്റ തള്ള പറഞ്ഞ പോരെങ്കിൽ, ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ ജനിപ്പിച്ച അപ്പൻ പറഞ്ഞ പോരെങ്കിൽ, കുഞ്ഞാടിന്റെ കാന്തയാകാൻ, സ്വർലോക മണവാട്ടിയാകാൻ, ക്രിസ്തുയേശുവിന്റെ വേളി കടിക്കുന്ന മണവാട്ടി സഭയാകാൻ പകരക്കാര് പറഞ്ഞാൽ ഒക്കത്തില്ല ചായോ. അധരം കൊണ്ട് ഏറ്റു പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, മാനസാന്തരം സംഭവിക്കണം. അതുകൊണ്ടാ പറഞ്ഞത്, മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ. വായിച്ചു നിർത്തുന്നു, എന്നാൽ പാപമോചനം ലഭിക്കും. അടുത്ത വാക്ക്, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അടുത്തത്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഈ വാഗ്ദത്തത്തിനും പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഇനി കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരെ കിടക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്കും കൊടുക്കുമെന്ന്. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉള്ളതല്ല. അടുത്ത വാക്ക്, മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവര് പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്ക്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഒറ്റ പ്രസംഗം. ആർക്ക് വേണം? കൈപൊക്ക് കാലുപൊക്കെന്ന് ഒന്നും പറഞ്ഞില്ല. ഒറ്റ പ്രസംഗം, കുത്തുകൊള്ളേണ്ടുന്ന വിധം കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. 3000 പേര് രംഗത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾക്ക് സ്നാനപ്പെടണം. ഇവിടെ ഉദ്ഘാടനം ചെയ്ത പറഞ്ഞു, 10 പേരെ കൊണ്ട് കൊട്ടാൻ തുടങ്ങിയ ഒരു വീട്ടിലെ കൂട്ടായ്മ ഇന്ന് 100 പേരിലധികം എത്തി നിൽക്കണമെങ്കിൽ കെട്ടി വലിച്ചു കൊണ്ടുവന്നതല്ല. വചനം ഹൃദയത്തിനകത്തേക്ക് തുളച്ചു കയറിയപ്പോൾ, ആമേ, പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ബോധ്യം വരുത്തിയപ്പോൾ, എനിക്ക് സ്നാനപ്പെടണം ഭാഷ എന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്ന ജീവിതങ്ങളാണ് ഇതിനകത്തിരിക്കുന്നത്. പിടിച്ചു വലിച്ചും കെട്ടിവലിച്ചും കൊണ്ടുവന്നവരല്ല, വചനത്തിന്റെ സത്യത്താൽ സ്വതന്ത്രരാക്കപ്പെട്ട ജനം. 3000 പേര് വന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അടുത്ത വാക്ക്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. ഒന്നോടെ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. സ്നാനപ്പെട്ടവർ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടോ ഭാഷമാരെ, കേട്ടോ. ഇന്നിപ്പോ അങ്ങനല്ല. മാമ ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ സ്നാനപ്പെട്. സ്നാനപ്പെട്ടിട്ട് പിന്നെ ഏത് പള്ളിയിലാന്ന് വെച്ചാൽ അവിടെ ഇവൻ കാട്ടുകള്ളനാണ്. മനസ്സിലാക്കിക്കോണം. അങ്ങനെ പഠിപ്പിക്കുന്നവനുണ്ടെങ്കിൽ അവൻ ഈ പുസ്തകത്തിലെ ദൈവത്തിന്റെ ദാസനല്ല കേട്ടോ. ഇങ്ങനെ കുറെ പിശാചുക്കൾ ഇറങ്ങിയിട്ടുണ്ട് സ്നാനപ്പെടുത്ത് കണക്ക് എടുത്ത് ഹല്ലേലൂയയിടാൻ വേണ്ടി. എന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി തൊലഞ്ഞോളാം. നോ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. സ്നാനപ്പെട്ടവർ അപ്പോസ്തോലിക ഉപദേശത്തിൽ നിലനിൽക്കണം. മനസ്സിലായോ? ഉപദേശം കേൾക്കണമെങ്കിൽ അടുത്ത വാക്ക്, കൂട്ടായ്മ ആചരിച്ചു. ഉപദേശം കേൾക്കണമെങ്കിൽ എവിടെ വരണം? പറ. കൂട്ടായ്മയ്ക്ക് വരണം. കുഞ്ഞമ്മയുടെ മോളെ കല്യാണത്തിന് പോയാൽ ദൈവവചനം കേൾക്കാനൊക്കത്തില്ല. കൂട്ടായ്മ ആചരിച്ചു. അടുത്തത്, അപ്പം നുറുക്കി. അടുത്തത്, പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചതാണ്. 47-ാം വാക്യം വായിച്ച് പുസ്തകം അടച്ചു. 47-ാം വാക്യം, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ട്. അതാ ഈ പറഞ്ഞ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് അവിടെ അങ്ങ് ഡിക്ലെയർ ചെയ്തു. എന്താ? സഭ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഏത് സഭ? ആകാശമുട്ട ഗോപുരം പോലെ കെട്ടിവെച്ചിരിക്കുന്ന പള്ളിയെ നോക്കിയല്ല പറഞ്ഞത്. മാനസാന്തരപ്പെട്ട കൂട്ടം, ആമേൻ, രക്ഷിക്കപ്പെട്ട കൂട്ടം, സ്നാനപ്പെട്ട കൂട്ടം, ആത്മനിറവ് പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്ന ആ കൂട്ടം. അത് പുഴവക്കത്ത് കൂടിയാലും മരച്ചവട്ടി കൂടിയാലും കെട്ടടത്തെ കൂടിയാലും ടെറസിന്റെ മേലെ കൂടിയാലും ചന്ത മൈതാനത്ത് കൂടിയാലും ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ. ഇന്ന് രാത്രി ഒരു വാക്ക് പറഞ്ഞ് നിർത്തുന്നു. അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും എന്ന് കുറിവാക്യത്തിൽ വായിച്ചത് എന്തിന്? ഈ പറയപ്പെട്ട സഭയെ നിത്യതയിലേക്ക് ചേർക്കുവാൻ. ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ഷമീറും സിയാദും നസീറും നാരായണനും ഗോപാലനും മുഹമ്മദ് കൃഷ്ണനും ചാക്കോച്ചനും തോമത്തൂട്ടിയും ഒന്നിച്ചിരുന്ന് ഒരേ ദൈവത്തെ ആരാധിക്കുന്ന ഒരൊറ്റ സ്ഥലം ദൈവസഭ. ആ ദൈവസഭയെ ചേർക്കുവാൻ താമസം വിന കർത്താവ് വാനമേഘ വെളിപ്പെടാൻ പോവുകയാണ്.